നമ്മുടെ പാഠപുസ്തകത്തിൽ ഒരു പ്രത്യേക സിദ്ധാന്തം അല്ലെങ്കിൽ ഒരു പ്രത്യേക പരിണാമ സിദ്ധാന്തത്തെ പറ്റി എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ആ ഒഴുകിയിരുന്ന ആസാം മുതൽ സിന്ധു വരെ ഒഴുകിയിരുന്ന ഇൻഡോ ബ്രഹ്മ നദി നിങ്ങളൊന്ന് കാണുക. ആ നദി മൂന്നായിട്ട് ഇങ്ങനെ വേർപിരിഞ്ഞു പോകുന്നത് ഞാൻ വരച്ചു കാണിച്ചത് നിങ്ങളൊന്ന് കാണുക. എന്ത് സംഭവിച്ചു? മാൾഡ വിടവിന്റെ താഴ്ത്തപ്പെടൽ, ആ പ്രദേശം, ആ താഴ്ത്തപ്പെട്ട പ്രദേശം, അതിന്റെ പേര് മാൾഡ വിടവിന്റെ താഴ്ത്തപ്പെടലാണ് ഗംഗ ബ്രഹ്മപുത്ര നദികളെ. ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും എൻട്രി ആപ്പിലേക്ക് സ്വാഗതം. ഞാൻ ബിപിൻ മാത്യൂസ്. നമ്മള് ജോഗ്രഫിയുടെ NCERT +1+2 ക്വസ്റ്റ്യൻ സീരീസിന്റെ 4ാമത്തെ പാർട്ടിലേക്ക് എത്തി നിൽക്കുന്നു. കഴിഞ്ഞ 3 പാർട്ടുകളിലായിട്ട് നമ്മൾ NCERTയിലെ ഒരു ടെക്സ്റ്റ്, അതിലെ കുറേ അധികം പാഠങ്ങൾ, ആ പാഠത്തിൽ നിന്ന് വരാൻ സാധ്യതയുള്ള, പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ച് തയ്യാറെടുത്തു. എന്താണ് ഇത്തരത്തിലൊരു NCERT സീരീസ് LDCക്ക് വേണ്ടി ചെയ്യാനുള്ള റീസൺ? LDC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരെ മെയിനായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു NCERT സീരീസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് +1+2 ബുക്കുകൾ, NCERT സീരീസ് എന്ന് ഈ പറയുന്നത് മുഴുവൻ ഈ +1+2 ബുക്കുകൾ പഠിക്കുവാണ്. ജോഗ്രഫിയുടെ +1+2 ബുക്കുകളാണ് പഠിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്? ഞാൻ ഈ ഒരു പാർട്ട് 1 തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ 5 മുതൽ 10 വരെയുള്ള ജോഗ്രഫിയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പഠിച്ച് തീർന്ന് കുറച്ചും കൂടെ നമ്മുടെ ഒരു നോളജ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട്, കുറച്ചും കൂടെ നമ്മളൊരു ഇൻഡെപ്തിലേക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി, ജോഗ്രഫി മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു പാഠഭാഗങ്ങൾ പഠിക്കുന്നത്. 1 മുതൽ 7 പാഠങ്ങളാണ് നമുക്ക് ഇന്ത്യൻ ജോഗ്രഫിക്ക് വേണ്ടി +1+2 ബുക്കുകളിലായിട്ടുള്ളത്. 7 പാഠങ്ങൾ, 1 മുതൽ 7 വരെയുള്ള പാഠങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. +1 ജോഗ്രഫിയുടെ 1 മുതൽ 7 വരെയുള്ള പാഠങ്ങൾ. ഇത് മുഴുവൻ 1 by 1 ആയിട്ട്, ലൈൻ ബൈ ലൈൻ ആയിട്ട് നമുക്ക് വായിച്ച് തീർത്ത് പരീക്ഷയ്ക്ക് ഒരുങ്ങുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് തരുവാണ് ഞാൻ നിങ്ങൾക്ക്. എങ്ങനെയാണ്? ഓരോ പാഠങ്ങളിൽ നിന്നും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ കണ്ടെത്തി നിങ്ങളെ അതിൻ്റെ ആ ചോദ്യങ്ങളുടെ കൺസെപ്റ്റ് മനസ്സിലാക്കി അതിൻ്റെ അനുബന്ധ വിവരങ്ങൾ കൂടി പറഞ്ഞു തന്നാണ് നമ്മൾ ഈ ഒരു സീരീസ് കണ്ടിന്യൂ ചെയ്തത്, മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്ന ഈ ഒരു സീരീസിൽ നിന്ന് പ്രയോജനം നിങ്ങൾക്ക് ഉണ്ടാവണം. നമ്മൾ ഈ സീരീസ് തുടങ്ങിയതിന് ശേഷം മൊളാസസ് തടം എന്ന സംസ്ഥാനം ഏതെന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ലായിരുന്നോ? മിസോറാം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിരുന്നു. പാർട്ട് 1 ഈ സീരീസിന്റെ പാർട്ട് 1 യൂണിവേഴ്സിറ്റി LGS ആ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. യൂണിവേഴ്സിറ്റി LGS പ്രിലിംസ്, 3rd ഫേസ് പ്രിലിംസിന് ആ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ഈ അടുത്ത കാലത്ത് ഈ +1+2 ബുക്കുകളിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്, പ്രിലിമിനറിക്ക് പോലും വരുന്നുണ്ട്. ഇനി വരാൻ പോകുന്നത് നമുക്കൊരു മെയിൻസ് എക്സാം ആണ്. LDCയുടെ മെയിൻസ്, പ്രിലിമിനറി ഇല്ലാത്ത മെയിൻസ് മാത്രമുള്ള ഒരു പരീക്ഷയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പരീക്ഷയ്ക്ക് ചിലപ്പോൾ കടുപ്പമേറിയ ചോദ്യങ്ങൾ ജോഗ്രഫിയിൽ നിന്ന് വരാം. കടുപ്പമേറിയ ചോദ്യങ്ങൾ ജോഗ്രഫിയിൽ നിന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ +1 അല്ലെങ്കിൽ +2 പാഠപുസ്തകങ്ങൾക്കകത്തുള്ള പാഠങ്ങളിൽ നിന്ന് ചോദിച്ചാൽ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആ ചോദ്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി, അതിൻ്റെ ഉത്തരങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി, നമ്മൾക്ക് അത് മിസ്സാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സീരീസ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. നമ്മളത് 4ാമത്തെ പാർട്ട് വരെ വളരെ വിജയകരമായിട്ട് എത്തിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് മുമ്പിലുള്ള സീരീസുകൾ കാണണമെന്നുണ്ടെങ്കിൽ എൻട്രി ആപ്പിന്റെ പ്ലേലിസ്റ്റിൽ ജോഗ്രഫി സെലക്ട് ചെയ്ത് അതിനകത്ത് NCERT പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാം. 4ാമത്തെ പാർട്ടിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മൾ എന്താണ് പഠിക്കുന്നത്, ഏത് പാഠമാണ് പഠിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യ ഭൗതിക പരിസ്ഥിതി എന്ന +1 ഇന്ത്യൻ ജോഗ്രഫി പഠിക്കുന്ന പുസ്തകത്തിന്റെ പേരാണിത് കേട്ടോ. ഇന്ത്യൻ ജോഗ്രഫി നമുക്ക് പഠിക്കാനായിട്ട് +1 പുസ്തകമാണിത്. ഇന്ത്യ ഭൗതിക പരിസ്ഥിതി കണ്ടോ, +1 എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് 7 പാഠങ്ങളാണ്, 4 യൂണിറ്റിലായിട്ട് 7 പാഠങ്ങളാണുള്ളത്. അതിനകത്തെ പാർട്ട് 1 ഇന്ത്യയുടെ സ്ഥാനമാണ്, ലൊക്കേഷൻ, അക്ഷാംശങ്ങളും രേഖാംശങ്ങളും. ഇന്ത്യയുടെ സ്ഥാനമൊക്കെ നമ്മൾ പഠിച്ചില്ലായിരുന്നോ? 8 ഡിഗ്രി 4, 37 ഡിഗ്രി 6 ഇന്ത്യയുടെ അക്ഷാംശം. അതുപോലെ തന്നെ ഇന്ത്യയുടെ രേഖാംശ സ്ഥാനമൊക്കെ നമ്മൾ പഠിച്ചില്ലേ? അതെല്ലാം ഇവിടെ വരുന്നുണ്ട്. 2 യൂണിറ്റ് 2 ഭൂപ്രകൃതിക്കകത്താണ് ഇന്ത്യയുടെ ഭൂപ്രകൃതി മുഴുവനായിട്ട് വരുന്നത്. ഉത്തരപർവ്വത മേഖല തൊട്ട് ദ്വീപുകൾ വരെ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നുണ്ട്. ഈ നീരൊഴുക്ക് വ്യൂഹം എന്ന ചാപ്റ്ററിനകത്താണ് നദികളെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ യൂണിറ്റ് 3 കാലാവസ്ഥയ്ക്കകത്ത് നമുക്ക് തെക്ക് പടിഞ്ഞാറ് മൺസൂണും വടക്കിഴക്ക് മൺസൂണും ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ സീസണുകളെ പറ്റി പഠിക്കാനുണ്ട്. നൈസർഗിക ജാലങ്ങൾ എന്ന ആ ഒരു ചാപ്റ്ററിനകത്ത് ഇന്ത്യയിലെ വനവിഭാഗങ്ങളെ പറ്റി പഠിക്കാനുണ്ട്. മണ്ണ് എന്ന ചാപ്റ്ററിനകത്ത് ഇന്ത്യയിലെ മണ്ണിനങ്ങളെ പറ്റി പഠിക്കാനുണ്ട്. അവസാനമായിട്ട് പ്രകൃതിക്ഷോഭങ്ങളും പ്രകൃതി ദുരന്തങ്ങളും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ സിലബസിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പൊ നമ്മൾ ഈ ഒരു 6 പാഠങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുക. ഇത് പഠിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു പാഠഭാഗം കൂടെ വേണമെങ്കിൽ നമുക്കൊന്ന് പഠിച്ചു വെക്കാം. പ്രധാനമായിട്ടും ഈ 6 പാഠങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇതിനകത്ത് കഴിഞ്ഞ 3 പാർട്ടുകളിലായിട്ട് ഇന്ത്യയുടെ സ്ഥാനം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഘടനയും ഭൂപ്രകൃതിയും അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു.
നീരൊഴുക്ക് വ്യൂഹം എന്നുള്ള ആ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മൾ NCERT പാർട്ട് 2-വിനകത്തുള്ള നമ്മൾ ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ പഠിച്ചു. ഈ പറഞ്ഞ സീരീസിന്റെ പാർട്ട് 2-വില് ഈ നീരൊഴുക്ക് വ്യൂഹം എന്ന അല്ലെങ്കിൽ നദികളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി പാർട്ട് 3-കകത്ത് നമ്മൾ കാലാവസ്ഥ പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഇത്രയും ചാപ്റ്റേഴ്സിനകത്തുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞ 3 പാർട്ടുകളിൽ നിന്ന് നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ തന്നെ ഇവിടുന്ന് വിട്ടുപോയിട്ടുണ്ട്. ഏതാണ്? നീരൊഴുക്ക് വ്യൂഹത്തിനകത്തുനിന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഹിമാലയ നദികളുടെ പരിണാമവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് മിസ്സായി പോയി. അതിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ, കുറച്ച് ഉപദ്വീപ നദികളെ പറ്റിയുള്ള 1-2 ചോദ്യങ്ങൾ, പിന്നീട് നമ്മൾ നോക്കുന്നത് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്യാത്ത നൈസർഗിക സസ്യജാലങ്ങളും മണ്ണും. ഈ 2 പാഠങ്ങളാണ് നമ്മൾ ഇന്നത്തെ പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ പാർട്ടിന്റെ ഒരു പ്രത്യേകത എന്താ? ഇന്നത്തെ പാർട്ടോട് കൂടി +1-ലെ ഇന്ത്യൻ ജോഗ്രഫി നമ്മൾ കംപ്ലീറ്റ് ആക്കും. ഈ ഒരു പുസ്തകം നമ്മൾ കംപ്ലീറ്റ് ആക്കും. സന്തോഷമായില്ലേ? എല്ലാവർക്കും സന്തോഷമായില്ലേ? ഇനി അടുത്ത നെക്സ്റ്റ് പാർട്ട്, NCERT സീരീസിന്റെ അടുത്ത പാർട്ട് തൊട്ട് നമ്മൾ +2-ലെ ഇന്ത്യ ജനങ്ങളും സമ്പദ് വ്യവസ്ഥയും എന്നൊരു പുസ്തകമാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഈ പുസ്തകത്തിനകത്ത് നമ്മൾ ഏതൊക്കെയാണ് പഠിക്കാനുള്ളത്? ഇതിനകത്ത് എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് പഠിക്കേണ്ടതല്ല. നമ്മുടെ LDC സിലബസിനകത്തുള്ള കാര്യങ്ങൾ മാത്രം ഏത് ചാപ്റ്ററിനകത്ത് ഉണ്ട് എന്ന് സെലക്ട് ചെയ്ത് നമ്മൾ പഠിച്ചാൽ മതി. അതിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് ഭൂവിഭവങ്ങളും കൃഷിയും നമുക്ക് പഠിക്കാനുണ്ട്. കൃഷിയെ പറ്റി ഖാരിഫ്, റാബി, സെയ്ദ് തുടങ്ങിയ വിളകളെ പറ്റിയൊക്കെ പഠിക്കാനില്ലേ? നെല്ല്, ഗോതമ്പ്, പരുത്തി, ചണം ഒക്കെ പഠിക്കാനില്ലേ? പഠിക്കണം. പിന്നെന്താ പഠിക്കാനുള്ളത്? ഊർജ്ജ വിഭവങ്ങൾ, ധാതുക്കളും ഊർജ്ജ വിഭവങ്ങളും നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ? ഏതൊക്കെ തരത്തിലുള്ള ഊർജ്ജമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ജലവൈദ്യുതിയാണോ, അല്ലെങ്കിൽ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് ഏത്, പാരമ്പര്യ ഊർജ്ജ സ്രോതസ് ഏത്, താപവൈദ്യുതോർജ്ജ നിലയങ്ങളൊക്കെ എവിടെയാണ്, ആണവ നിലയങ്ങളൊക്കെ എവിടെയാണ് അല്ലെ? അപ്പൊ അത് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ നമുക്ക് വ്യവസായങ്ങളെ പറ്റി പഠിക്കാനുണ്ട്. വ്യവസായങ്ങൾ കണ്ടോ, വ്യവസായങ്ങളെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. ഗതാഗതവും വാർത്താവിനിമയം. അതിനകത്ത് വാർത്താവിനിമയം LGS-ന് വരുന്നുള്ളൂ, നമുക്ക് LDC-ക്കകത്ത് ഗതാഗതം മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പുസ്തകത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. കൃഷിയെ പറ്റി പഠിക്കണം, പിന്നെ ഊർജ്ജ വിഭവങ്ങളെ പറ്റി പഠിക്കണം, വ്യവസായങ്ങളെ പറ്റി പഠിക്കണം, ഗതാഗതത്തെ പറ്റി പഠിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് +2 ബുക്കിനകത്ത് വരുന്നത്. ഇത് നമ്മളൊരു 2-3 പാർട്ട് കൊണ്ട് നമ്മൾ ഇതും കൂടെ തീർക്കും. ഇതോടുകൂടി ഇന്ത്യൻ ജോഗ്രഫി കംപ്ലീറ്റ് ആവും. നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയുടെ ഒരു പുസ്തകം, +1-ലെ പുസ്തകം തീർത്തതിന് ശേഷം +2-ലെ സാമ്പത്തിക ഭൂമിശാസ്ത്രം ഉൾപ്പെടുന്ന ഈ ചാപ്റ്റേഴ്സും കൂടെ കംപ്ലീറ്റ് ആക്കുമ്പോൾ ഇന്ത്യൻ ജോഗ്രഫി കംപ്ലീറ്റ് ആവും. ഇതിനുശേഷം 2-3 പാർട്ടായിട്ട് നമ്മൾ ഇതും കൂടെ കംപ്ലീറ്റ് ആക്കുന്നു. ഒരു ഫെബ്രുവരിയോടെ നമ്മൾ ഇത് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് വരുന്ന മാസങ്ങളിൽ വേൾഡ് ജോഗ്രഫിയുടെ പുസ്തകങ്ങൾ, +1-ലെ +2-ലെ വേൾഡ് ജോഗ്രഫി ടെക്സ്റ്റിലെ അതിനകത്ത് നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പാഠങ്ങൾ വെച്ചുകൊണ്ട് നെക്സ്റ്റ് വേൾഡ് ജോഗ്രഫി സീരീസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 4-5 അല്ലെങ്കിൽ ഒരു 6-7 പാർട്ടുകളായിട്ട് നമ്മൾ വേൾഡ് ജോഗ്രഫിയും കൂടെ തീർത്തിട്ട് പരീക്ഷയ്ക്ക് പോകുമ്പോൾ വേൾഡ് ജോഗ്രഫിയിൽ നിന്ന് ഏത് ലെവലിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചാലും, അത് ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്നായിക്കോട്ടെ, രണ്ടാമത് വേൾഡ് ജോഗ്രഫിയിൽ നിന്നായിക്കോട്ടെ, ഏത് ലെവലിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചാലും അത് എഴുതാനായിട്ട് പ്രാപ്തരായി നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ ഇരിക്കാൻ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ 5 മുതൽ 10 വരെയുള്ള SCERT-ക്കപ്പുറം NCERT +1 +2-ൽ നിന്നുള്ള പ്രധാനപ്പെട്ട പാഠഭാഗങ്ങൾ കൂടി പഠിച്ചുകൊണ്ട് പോകുന്ന നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കോൺഫിഡൻസ് എത്ര വലുതായിരിക്കും. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ ഈ ഒരു പ്രയത്നത്തിൽ നിങ്ങൾ കൃത്യമായിട്ട് പങ്കാളികളാവുന്നുണ്ട്. നിങ്ങൾ ഒട്ടും പിശിക്കാതെ ക്ലാസ്സിന്റെ അവസാനം നിങ്ങൾക്ക് ഇത് പ്രയോജനകരമായിട്ടുണ്ടെങ്കിൽ ആ ക്ലാസ്സിന്റെ അവസാനം നിങ്ങളൊരു കമന്റ് രേഖപ്പെടുത്തിയിട്ട് പോവുക. അത് നല്ലതായിക്കോട്ടെ മോശമായിക്കോട്ടെ, നല്ലതായാലും മോശമായാലും സന്തോഷമാണ്. കാരണം മോശം കമന്റുകളാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ക്ലാസ് അത് മെച്ചപ്പെട്ടതാക്കാനുള്ള ഊർജ്ജമാണത്. നല്ല കമന്റ് ആണെങ്കിൽ കൂടുതൽ ഊർജ്ജസ്വലതയോടെ ഇനി വരുന്ന ക്ലാസ്സുകൾ ജോലി ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഇനി ഒരു ക്ലാസ്സുകൾക്ക് വേണ്ടി വർക്ക് ചെയ്യാനുള്ള ഒരു പ്രത്യേക ഒരു എനർജി നമുക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഭൂവിജ്ഞാനീയ ശാസ്ത്രജ്ഞരുടെ അഭിപ്രായ പ്രകാരം ഇന്ത്യയിലൂടെ ഒഴുകിയിരുന്ന ഏത് നദിയാണ് ഹിമാലയൻ നദികളായി പരിണമിക്കപ്പെട്ടത്? ഹിമാലയൻ നദികളുടെ പരിണാമത്തെ സംബന്ധിച്ച് ധാരാളം വാദഗതികൾ അല്ലെങ്കിൽ ധാരാളം സിദ്ധാന്തങ്ങൾ നിലവിലുണ്ട്. ആരുടെ അഭിപ്രായമാണ്? ഈ ഭൂവിജ്ഞാനീയ ശാസ്ത്രജ്ഞര്, നിരവധി ഭൂവിജ്ഞാനീയ ശാസ്ത്രജ്ഞര് നിരവധി അഭിപ്രായങ്ങൾ, നിരവധി വാദഗതികൾ ഹിമാലയത്തിലെ നദികളുടെ പരിണാമവുമായി ബന്ധപ്പെടുത്തി പങ്കുവച്ചിട്ടുണ്ട്. അതില് നമ്മുടെ പാഠപുസ്തകത്തിൽ ഒരു പ്രത്യേക സിദ്ധാന്തം അല്ലെങ്കിൽ ഒരു പ്രത്യേക പരിണാമ സിദ്ധാന്തത്തെ പറ്റി എടുത്തു പറയുന്നുണ്ട്. ഹിമാലയൻ നദികളുടെ ഒരു പ്രത്യേക പരിണാമത്തെ പറ്റി എടുത്തു പറയുന്നുണ്ട്.
കൂടുതൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള എന്നാൽ വിമർശനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക പരിണാമ രീതിയെ പറ്റി പറയുന്നുണ്ട്. ഇതിനകത്ത് ഏത് നദിയിൽ നിന്നാണ് ഈ ഹിമാലയ നദികൾ, ഇന്ന് കാണുന്ന സിന്ധു നദീ വ്യവസ്ഥയും ഗംഗാ നദീ വ്യവസ്ഥയും ബ്രഹ്മപുത്ര നദീ വ്യവസ്ഥയും ഉൾപ്പെടുന്ന ഹിമാലയ നദികൾ പരിണമിക്കപ്പെട്ടത് പണ്ട് ഇന്ത്യയിലൂടെ ഒഴുകിയിരുന്ന ഏത് നദിയിൽ നിന്നാണ് എന്നൊരു ചോദ്യം. നല്ല കിഡിലിനൊരു ചോദ്യമാണ്. നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇത്. ഹിമാലയ നദികളുടെ പരിണാമത്തെ സംബന്ധിച്ച് നമ്മുടെ പാഠപുസ്തകത്തിൽ പറയുന്ന ഈ കാര്യങ്ങൾ ഞാനിവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ചിത്രങ്ങളുടെയൊക്കെ സഹായത്തോടെ ഇത് വിവരിച്ചു തരാം. പക്ഷേ പാഠപുസ്തകത്തിൽ അതൊന്നുമില്ല. പാഠപുസ്തകം വായിക്കുമ്പോൾ ഇതൊരു ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നും. പക്ഷെ ഞാൻ പറയുന്ന രീതി അല്ലെങ്കിൽ അത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന സ്ലൈഡുകളിൽ ഞാൻ ചിത്രമൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇതിന് ആൻസർ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ? ഇൻഡോ സരസ്വതി നദി, ഇൻഡോ ഗംഗാ നദി, ഇൻഡോ സിന്ധു നദി, ഇൻഡോ ബ്രഹ്മ നദി. ഏതാണ് ഈ പറഞ്ഞ ഹിമാലയ നദികളുടെ പരിണാമവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നത്? ഏത് നദിയിൽ നിന്നാണ് ഹിമാലയ നദികൾ പരിണമിച്ചത്? നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇൻഡോ ബ്രഹ്മ നദി. ഇൻഡോ ബ്രഹ്മ നദിക്ക് ശിവാലിക് നദി എന്നൊരു പേരും കൂടിയുണ്ട്. നമ്മുടെ ഹിമാലയത്തിലെ ഒരു നിരയാണല്ലോ ശിവാലിക്. അപ്പൊ ഇൻഡോ ബ്രഹ്മ നദി അല്ലെങ്കിൽ ശിവാലിക് എന്ന പണ്ട് പുരാതന കാലത്ത് ഇന്ത്യയിലൂടെ ഒഴുകിയിരുന്ന ഒരു നദിയിൽ നിന്നാണ് ഈ പറഞ്ഞ ഹിമാലയ നദികൾ പരിണമിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ഇൻഡോ ബ്രഹ്മ നദി ഒഴുകിയിരുന്ന പ്രദേശങ്ങൾ നമുക്ക് ഇന്ത്യയുടെ മാപ്പിൽ നിന്നൊന്ന് മനസ്സിലാക്കാം. ഇൻഡോ ബ്രഹ്മ നദി ഒഴുകിയിരുന്നത്, ഇൻഡോ ബ്രഹ്മ നദി അങ്ങ് ആസാമിൽ, ഇതിന്റെ ഇവിടെ ഇന്ത്യയുടെ കിഴക്ക് വശത്തു നിന്ന് വേണ്ട ഈ ഒരു പച്ച നിറത്തിൽ മാർക്ക് ചെയ്തേക്കുന്നുണ്ടോ, ഇങ്ങനെ ഒഴുകി ഇന്ത്യയുടെ പടിഞ്ഞാറ് വശത്ത് സിന്ധ് മേഖലയിൽ പ്രവേശിച്ച് അവസാനം സിന്ധ് ഗൾഫ് എന്ന പ്രദേശത്ത്, കടലിൽ സിന്ധ് ഗൾഫ് എന്ന പ്രദേശത്ത് വന്ന് പതിച്ചിരുന്ന ഒരു നദിയായിരുന്നു എന്നാണ് പറയുന്നത്. ഈ നദിയാണ് തന്നെ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന നദിയാണ് നമ്മുടെ ഇൻഡോ ബ്രഹ്മ നദി. ഇത് ഏകദേശം ഇൻഡോ ബ്രഹ്മ നദിയുടെ കാലഘട്ടത്തെ പറ്റി പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട്. 5 മുതൽ 24 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ ആ കാലഘട്ടത്തെ മയോസിൻ കാലഘട്ടം എന്ന് വിളിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിലൂടെ ഒഴുകിയിരുന്ന ഒരു നദിയാണ് ഇൻഡോ ബ്രഹ്മ നദി അല്ലെങ്കിൽ ശിവാലിക് നദി. ഇതിൽ നിന്നുമാണ്, ഈ ബൃഹത് നദിയിൽ നിന്നുമാണ് ഹിമാലയ നദികൾ പരിണമിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ഹിമാലയത്തിന്റെ അത്രയും നീളത്തിൽ, ഞാൻ പറഞ്ഞല്ലോ, ആസാം മുതൽ, ഇന്ത്യയുടെ കിഴക്ക് ആസാം മുതൽ എവിടം വരെയാണ്? സിന്ധ് വരെ. ഹിമാലയത്തിന് അത്ര നീളം ഉണ്ടെന്ന് ആലോചിച്ചോണം. ആസാം മുതൽ സിന്ധ് വരെ ഒഴുകിയിരുന്ന ഇൻഡോ ബ്രഹ്മ നദി പഞ്ചാബിനടുത്ത് സിന്ധ് ഗൾഫില് ഒഴുകി വന്നു, അല്ലെങ്കിൽ ഒഴുകിയെത്തി അത് അവസാനിച്ചു. സിന്ധ് ഗൾഫിലേക്ക് വന്ന് അവസാനിച്ചു എന്നാണ് ഈ ഒരു പാഠപുസ്തകത്തിൽ ഹിമാലയൻ നീരൊഴുക്കിന്റെ പരിണാമം എന്ന ടോപ്പിക്കിനകത്ത് പറഞ്ഞു വെക്കുന്നത്. അപ്പോ ഒന്നുകൂടെ ഈ ഇൻഡോ ബ്രഹ്മ നദി കണ്ടുകൊള്ളുക. ഇതാണ് ആസാമിൽ നിന്ന് സിന്ധ് ഗൾഫ് വരെ ഒഴുകിയിരുന്ന നദി. ഇത് പിന്നീട് 3 പാർട്ടുകളായിട്ട് വേർപിരിഞ്ഞു പോകുന്നു ഹിമാലയത്തിന്റെ രൂപീകരണത്തിന് സമയത്ത്. ഇത് ഹിമാലയത്തിന്റെ രൂപീകരണത്തിന് മുമ്പ് ഒഴുകിയിരുന്ന നദികളാണ്. മനസ്സിലാകുന്നുണ്ടോ? ഹിമാലയത്തിന്റെ രൂപീകരണത്തിന് മുമ്പ് ഇത് ഇന്ത്യയിലൂടെ ഒഴുകിയിരുന്നു. പിന്നീട് ഹിമാലയം ഇങ്ങനെ പതുക്കെ ഫോം ചെയ്തു വന്ന കാലഘട്ടത്തിൽ ഇത് 3 ആയിട്ട് വേർപിരിയപ്പെട്ടു. പടിഞ്ഞാറ് വശത്ത് സിന്ധു നദീ വ്യവസ്ഥ, മധ്യഭാഗത്ത് ഗംഗാ നദീ വ്യവസ്ഥ, കിഴക്ക് ഭാഗത്ത് ബ്രഹ്മപുത്ര നദീ വ്യവസ്ഥ. അങ്ങനെ 3 നദീ വ്യവസ്ഥകളായി ഇത് വേർപിരിഞ്ഞ് പരിണമിക്കപ്പെട്ടു എന്നാണ് നമ്മുടെ +1 പാഠപുസ്തകത്തിൽ ഹിമാലയ നദികളുടെ പരിണാമം എന്ന ടോപ്പിക്കിനകത്ത് ആദ്യമായി പറഞ്ഞു വെക്കുന്നത്. നല്ല ഒരു ചോദ്യമാണ്, നല്ല ഒരു മേഖലയാണ്. ഓക്കെ, ഇനി കാലക്രമേണ ഞാൻ പറഞ്ഞ കാര്യം തന്നെ, കാലക്രമേണ ഇൻഡോ ബ്രഹ്മ നദി 3 നീരൊഴുക്ക് വിഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടു എന്ന് അഭിപ്രായപ്പെടുന്നു. ഇത് എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള ഒരു തിയറിയാണ് എന്ന് നിങ്ങൾ കരുതരുത്. ഇതിനകത്ത് ഇപ്പോഴും വാദപ്രതിവാദങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാഠപുസ്തകത്തിൽ ഇത് ഉൾപ്പെടുത്തിയത് കൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ അങ്ങനെ തന്നെ പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പോ നോക്കിക്കേ, പടിഞ്ഞാറ് സിന്ധു നദിയും അതിന്റെ പോഷക നദികളും 5 പോഷക നദികളുമായിട്ട് ഒരു ഭാഗം പടിഞ്ഞാറ് വശം വേർപിരിഞ്ഞു മാറി. മധ്യഭാഗത്ത് ഗംഗാ നദിയും ഹിമാലയൻ പോഷക നദികളും, ഗംഗയുടെ ഹിമാലയൻ പോഷക നദികളുമായിട്ട് അടുത്ത ഭാഗം വേർപിരിഞ്ഞു മാറി. ഞാൻ വരച്ച് കാണിച്ചു മധ്യഭാഗം. അതുപോലെ തന്നെ കിഴക്ക് ബ്രഹ്മപുത്രയും അതിന്റെ ഹിമാലയ പോഷക നദികളുമായിട്ട് കിഴക്ക് ഭാഗം വേർപിരിഞ്ഞു മാറി. അങ്ങനെ 3 പാർട്ടുകളായിട്ട് ഈ ഇൻഡോ ബ്രഹ്മ അല്ലെങ്കിൽ ശിവാലിക് എന്ന നദി, ഇൻഡോ ബ്രഹ്മ നദി അല്ലെങ്കിൽ ശിവാലിക് എന്ന നദി വേർപിരിഞ്ഞു മാറി. അത് ഈ പറഞ്ഞ ഹിമാലയ നദികളെ പരിണമിക്കപ്പെട്ടു. ഇത് കുറച്ച് പേർക്കെങ്കിലും ആദ്യമായിട്ടുള്ള ഒരു അറിവായിരിക്കും. കുറെ അധികം പേര് ഇത് കേട്ടിട്ടുണ്ടായിരിക്കാം. NCERT ബുക്കുകളൊക്കെ റെഫർ ചെയ്തിട്ടുള്ളവരൊക്കെ, സ്ഥിരമായിട്ട് നോക്കുന്നവരൊക്കെ ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം. എന്നാൽ കുറച്ച് പേർക്കെങ്കിലും ഇത് ആദ്യമായിട്ടുള്ള ഒരു അറിവാണ്. നിങ്ങളത് ഒന്നുകൂടെ
ബാക്കിലോട്ടൊന്ന് പോയിട്ട് ഒന്ന് റിവൈൻഡ് അടിച്ച് ഒന്നുകൂടെ ഇവിടം വരെ ഒന്ന് കാണുക. അപ്പോൾ ആ ഒഴുകിയിരുന്ന ആസാം മുതൽ സിന്ധ് വരെ ഒഴുകിയിരുന്ന ഇൻഡോ ബ്രഹ്മ നദി നിങ്ങളൊന്ന് കാണുക. ആ നദി മൂന്നായിട്ട് ഇങ്ങനെ വേർപിരിഞ്ഞു പോകുന്നത് ഞാൻ വരച്ച് കാണിച്ചത് നിങ്ങളൊന്ന് കാണുക. ഇനി അത് ഏത് കാലഘട്ടത്തിലാണ് ഒഴുകിയിരുന്നത്? 5 മുതൽ 24 ദശലക്ഷം, 5 മുതൽ 24 ദശലക്ഷം, ആ ഒരു കാലഘട്ടത്തെ മയോസിൻ കാലഘട്ടം എന്നാണ് പുസ്തകത്തിൽ പറയുന്നത്. ഈ ഭൂമിയുടെ പരിണാമം നടന്നത് പല കാലഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. പ്ലീസ്റ്റോസിൻ, മയോസിൻ, സിനോസിൻ എന്നൊക്കെ പറഞ്ഞ്, സിനോസോയിക് എന്നൊക്കെ പറഞ്ഞ് പല കാലഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിനകത്ത് മയോസിൻ കാലഘട്ടമാണ്. ആ സമയത്താണ് ഈ നദി ഒഴുകിയിരുന്നത്. അത് പിന്നീട് 3ആയിട്ട് വേർപിരിഞ്ഞ് വിഭജിക്കപ്പെട്ട് ഈ പറഞ്ഞ നദികളായി മാറി. ഓക്കെ അല്ലേ? രണ്ടാമത്തെ ചോദ്യം, ഇതേ പാഠത്തിൽ നിന്ന് തന്നെയുള്ള രണ്ടാമത്തെ ചോദ്യം. ഗംഗ ബ്രഹ്മപുത്ര നദികൾ ബംഗാൾ ഉൾക്കടലിലാണല്ലോ പതിക്കുന്നത്. ഈ ബംഗാൾ ഉൾക്കടൽ ഭാഗത്തേക്ക് വഴിതിരിച്ചു വിടാൻ കാരണമായ പ്രധാന ഘടകം എന്ത്? ഈ പറഞ്ഞ ഗംഗയും ബ്രഹ്മപുത്രയും ഇവർ രണ്ടുപേരോട് ഒന്നിച്ച് ബംഗാൾ ഉൾക്കടലിൽ സുന്ദർബൻസ് എന്നൊരു ഡെൽറ്റ രൂപീകരിച്ച് അന്ന് പതിക്കുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവര് കൃത്യമായിട്ട് ബംഗാൾ ഉൾക്കടൽ ഭാഗത്തേക്ക് ഈ നദികൾ വഴിതിരിഞ്ഞു വരാൻ കാരണമായത് എന്ത് ഘടകമാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ നോക്കിക്കേ. ഡെക്കാൻ പീഠഭൂമിയുടെ രൂപപ്പെടലാണ് ഇവരുടെ ഈ പറഞ്ഞ തിരിച്ചുവിടാൻ അല്ലെങ്കിൽ കാരണമായത്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി രൂപപ്പെട്ടതാണ് കാരണം. എവറസ്റ്റ് കൊടുമുടി രൂപമെടുത്തതാണ് ഈ പറഞ്ഞ ഗംഗ ബ്രഹ്മപുത്ര നദികൾ ബംഗാൾ ഉൾക്കടലിലേക്ക് വഴിതിരിഞ്ഞു വരാൻ കാരണം. 4 മാൾഡ വിടം എന്നറിയപ്പെടുന്ന ഒരു പ്രദേശത്തിന്റെ രൂപീകരണമാണ് ഗംഗ ബ്രഹ്മപുത്ര നദികൾ ബംഗാൾ ഉൾക്കടലിലേക്ക് വഴിതിരിഞ്ഞു വരാൻ കാരണം. ഏതാണ് ശരിയായ ഉത്തരം? കമന്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിന്റെ ആൻസർ മനസ്സിലൊന്ന് പറഞ്ഞു നോക്കാം. ഏതാണ് ആൻസർ? യെസ്, ഓപ്ഷൻ ഡി, മാൾഡ വിടവിന്റെ രൂപീകരണമാണ് ഗംഗ ബ്രഹ്മപുത്ര നദികൾ ബംഗാൾ ഉൾക്കടൽ ഭാഗത്തേക്ക് വഴിതിരിഞ്ഞു വന്ന് അല്ലെങ്കിൽ അങ്ങോട്ട് വന്ന് പതിച്ചത്. അല്ലെങ്കിൽ ഗംഗ ബ്രഹ്മപുത്ര നദികൾ ബംഗാൾ ഉൾക്കടൽ ഭാഗത്തേക്ക് തിരിഞ്ഞു വരാൻ കാരണമായത് ഈ മാൾഡ വിടവിന്റെ രൂപീകരണമാണ്. നമ്മുടെ ആൻസർ എന്താണ്? മാൾഡ വിടവിന്റെ രൂപീകരണം. നമ്മളിപ്പോ 2 ചോദ്യങ്ങൾ ഉത്തരം പഠിച്ചു. ഒന്നാമത് ഇൻഡോ ബ്രഹ്മ നദിയെ പറ്റി പറഞ്ഞു. ഇനി നമ്മൾ മാൾഡ വിടവിനെ പറ്റി പറയാൻ പോവാം. നോക്കിക്കോണം. അതിനു മുമ്പ് ഗംഗ ബ്രഹ്മപുത്ര നദികൾ ഒഴുകി ബംഗാൾ ഉൾക്കടലിലേക്ക് തന്നെയാണോ പോകുന്നത് നമ്മൾ നോക്കണ്ടേ? നോക്കാം. ഗംഗാ നദി, ഗംഗോത്രി ഹിമാലയിൽ ഉത്ഭവിക്കുന്ന ഗംഗാ നദി ഉത്തരാഖണ്ഡിൽ നിന്ന് ഉത്തർപ്രദേശിലെത്തി, അവിടെ നിന്ന് ബീഹാറിലെത്തി, പശ്ചിമ ബംഗാളിലെത്തി, 2ആയിട്ട് പിരിഞ്ഞ് ഒരു ഭാഗം ഹൂഗ്ലി എന്ന പേരിൽ നമ്മുടെ കൊൽക്കത്ത ഭാഗത്തൂടെ ഒഴുകി പോകുന്നു. അടുത്ത ഒരു ഭാഗം പത്മ എന്ന പേരിൽ ബംഗ്ലാദേശിലേക്ക് പോകുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത് അല്ലെ? പത്മ എന്ന പേര്. ഇത് ഹൂഗ്ലി എന്ന പാർട്ട്, മറ്റേത് പത്മ എന്ന പാർട്ട് ബംഗ്ലാദേശിലേക്ക് പോകുന്നു. ബ്രഹ്മപുത്ര നദിയുടെ ഉത്ഭവം ഇവിടെ ചെമയുങ്തുങ് എന്നറിയപ്പെടുന്ന ഒരു ഹിമാനി ടിബറ്റില്. അവിടെ സാങ്പോ എന്നറിയപ്പെടുന്ന ഈ നദി ടിബറ്റിലൂടെ ഇങ്ങനെ ഒഴുകിയതിനു ശേഷം നംച പർവ എന്ന കൊടുമുടിക്ക് അടുത്ത് വെച്ചൊരു യൂട്ടേൺ എടുത്ത് അരുണാചൽ പ്രദേശിൽ പ്രവേശിക്കുന്നു. അരുണാചൽ പ്രദേശിൽ സിയാങ് എന്നും ദിഹാങ് എന്നും ഒക്കെ അറിയപ്പെടുന്ന ഈ നദി ലോഹിത്, ദിബാങ് എന്നീ നദികളോട് കൂടി ചേർന്നതിന് ശേഷം ബ്രഹ്മപുത്ര എന്ന പേരിൽ ഒഴുകാൻ തുടങ്ങുന്നു ആസാമിലൂടെ. ആസാമിലെ സമതല മേഖലകളിലൂടെ ഒഴുകുന്ന നദി ആസാമിൽ വെള്ളപ്പൊക്കങ്ങൾക്ക് കാരണമാകുന്നത് കൊണ്ട് ആസാമിന്റെ ദുഃഖം എന്ന് വിളിക്കുന്നു അല്ലെ? പിന്നീട് ആസാമിന്റെ അതിർത്തിയായ ധൂബ്രി എന്ന പ്രദേശത്ത് വെച്ച് ഇത് ജമുന എന്ന പേരിൽ എങ്ങോട്ടേക്ക് പ്രവേശിക്കുന്നു? ജമുന എന്ന പേരിൽ ഇത് ബംഗ്ലാദേശിലേക്ക് പ്രവേശിക്കുന്നു. ടീസ്റ്റ നദി, സിക്കിമിൽ നിന്നുള്ള ടീസ്റ്റ നദി വന്ന് ചേർന്നതിന് ശേഷമാണ് ജമുന എന്ന പേര് ലഭിക്കുന്നത് എന്ന് പാഠപുസ്തകത്തിൽ എടുത്തു പറയുന്നുണ്ട് കേട്ടോ. ബംഗ്ലാദേശിലെ പേര് ജമുന എന്നാണ് ബ്രഹ്മപുത്രയ്ക്ക്, പക്ഷെ ടീസ്റ്റ നദിയുടെ കൂടിച്ചേരലിന് ശേഷമാണ് ജമുന എന്ന പേര് കിട്ടിയതെന്ന് പ്ലസ് 1 പുസ്തകത്തിൽ എടുത്തുകൂടെ പറയുന്നുണ്ട്. അങ്ങനെ ഈ ജമുനയും ഈ പറഞ്ഞ പത്മയും, ഗംഗയാണല്ലോ പത്മ, രണ്ടുപേരുടെ കൂടി ചേർന്ന് മേഘന എന്നറിയപ്പെടുന്ന നദിയായി മാറുന്നു. അത് ഇങ്ങനെ അല്ലെ, മേഘന നദി അവസാനം ബംഗാൾ ഉൾക്കടലിലേക്ക് പല കൈവഴികളായി പിരിഞ്ഞ് ബംഗാൾ ഉൾക്കടലിലേക്ക് പതിക്കുന്നു. അതാണ് ആ ഭാഗത്ത് രൂപപ്പെട്ട ഡെൽറ്റയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയായ സുന്ദർബൻസ് ഡെൽറ്റ. അപ്പോൾ ഗംഗയും ബ്രഹ്മപുത്രയും വഴിതിരിഞ്ഞ് ബംഗാൾ ഉൾക്കടലിലേക്ക് വരുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനെ വരാനുള്ള റീസൺ എന്താണ്, അല്ലെങ്കിൽ വരാനുള്ള കാരണം എന്താണ്? ഹിമാലയ രൂപീകരണത്തിന്റെ സമയത്ത് ശ്രദ്ധിച്ചോണം, ഈ പശ്ചിമ ഭാഗം, അതായത് സിന്ധു നദിക്കും ഗംഗാ നദിക്കും ഇടയ്ക്കുള്ള ഹിമാലയത്തിന്റെ ഈ പശ്ചിമ ഭാഗം ഇവ അത്യാവശ്യം ഉയർന്നു വന്ന ഒരു പ്രദേശമാണ്. കാര്യമായിട്ട് അല്ലെങ്കിൽ വലിയ തോതിൽ ഉയർച്ച സംഭവിച്ച ഒരു പ്രദേശമാണ് ഈ പറഞ്ഞ പശ്ചിമ ഹിമാലയ ഭാഗം. ഇവിടെ ഡൽഹി റിഡ്ജ്, ഈ ഭാഗം, ഇതിന്റെ ഈ പശ്ചിമ ഹിമാലയ ഭാഗത്തിന്റെ കണ്ടിന്യൂവേഷൻ ഡൽഹി റിഡ്ജ് അല്ലെങ്കിൽ പോർട്ട്വാർ പീഠഭൂമി എന്ന പേരിൽ ഇതിന്റെ കണ്ടിന്യൂവേഷൻ തെക്കോട്ട് വരുന്നുണ്ട്, എക്സ്റ്റൻഷൻ തെക്കോട്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഡൽഹി റിഡ്ജും പോർട്ട്വാർ പീഠഭൂമിയും ഉൾപ്പെടുന്ന പശ്ചിമ ഹിമാലയ ഭാഗം
വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഹിമാലയത്തിന്റെ രൂപീകരണ സമയത്ത് ഇന്ത്യയിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചു. ചില ഭാഗങ്ങൾ താന്നുപോയി, ചില ഭാഗങ്ങൾ ഉയർന്നു വന്നു. അങ്ങനെ പല പല മാറ്റങ്ങൾ ഭൂമിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇന്ത്യ എന്നറിയപ്പെടുന്ന പ്രദേശത്തിന്റെ ആ ഒരു ഭൂപ്രദേശത്തിന് പല മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിലെ ഏറ്റവും പ്രകടമായ ഒരു മാറ്റമായിരുന്നു ഈ പോട്ട്വാർ പീഠഭൂമിയും ഡൽഹി റിഡ്ജും ഉൾപ്പെടുന്ന ആ ഒരു ഭാഗം, അതായത് പശ്ചിമ ഹിമാലയ ഭാഗത്തിന്റെ ഉയർച്ച, ഉയർന്നു വരവ്, ഉത്ഥാനം എന്നാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അപ്ഹീവൽ എന്നാണ് ഈ ഒരു പ്രക്രിയ വിളിക്കുന്നത്. ഈ പ്രദേശത്തിന്റെ ഉയർന്നു വരവ് സിന്ധു നദീ വ്യവസ്ഥേനെയും ഗംഗാ നദീ വ്യവസ്ഥേനെയും വേർപിരിക്കുന്നതിന് കാരണമായി. നമ്മുടെ ചോദ്യമായിട്ടില്ല ഇതുവരെ. സിന്ധു നദീ വ്യവസ്ഥയും ഗംഗാ നദീ വ്യവസ്ഥയും വേർതിരിക്കപ്പെട്ടത് പശ്ചിമ ഹിമാലയത്തിന്റെ ഭാഗം, ഡൽഹി റിഡ്ജും പോട്ട്വാർ പീഠഭൂമിയും ഉൾപ്പെടുന്ന പശ്ചിമ ഹിമാലയ ഭാഗം ഉയർന്നു വന്നതാണ് എന്ന് പഠിച്ചു വെക്കണം. ഇതൊരു ജലവിഭാജകമാണ്, വാട്ടർ ഡിവൈഡ് ആണ്. നമ്മൾ അംബാല ജലവിഭാജകം എന്ന് പഠിച്ചിട്ടുണ്ട്. സിന്ധു നദീനെയും ഗംഗാ നദീ വ്യവസ്ഥേനെയും വേർതിരിക്കുന്ന ആ ഭാഗത്തെ അംബാല ജലവിഭാജകം എന്ന് വിളിച്ചിട്ടുണ്ട്. എല്ലാം ഇത് തന്നെയാണ്. ഇനി ഇവിടുത്തെ കാര്യം നോക്കിക്കോ. ഹിമാലയത്തിന്റെ രൂപീകരണ സമയത്ത് ഇവിടെ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ കിഴക്ക് വശം നിങ്ങൾക്കറിയാം. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ കിഴക്ക് വശം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. രാജ്മഹൽ കുന്നുകളാണ്, രാജ്മഹൽ കുന്നുകൾ. അതുപോലെ തന്നെ ഉപദ്വീപ പീഠഭൂമിയുടെ തുടർച്ച വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആസാമിലും മേഘാലയയിലും ഉണ്ടെന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ. മേഘാലയ പീഠഭൂമി എന്നും കർബി അംഗലോങ് പീഠഭൂമി എന്നും ആ പീഠഭൂമികൾ അറിയപ്പെടുന്നു. രാജ്മഹൽ കുന്നുകൾക്ക് ശേഷം വടക്ക് കിഴക്കൻ പീഠഭൂമിക്ക് ഇടയ്ക്കുള്ള ഇത്രയും പ്രദേശം, ഞാൻ വട്ടമിടുന്ന ഇത്രയും പ്രദേശം, ഹിമാലയ രൂപീകരണത്തിന്റെ സമയത്ത് അവതലനം സംഭവിച്ച സ്ഥലമാണ്. അവതലനം എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴ്ന്നു പോയ പ്രദേശമാണ്, താഴ്ന്നു പോയ പ്രദേശം. ഈ പ്രദേശത്തിന്റെ താഴ്ത്തപ്പെടലാണ് ഗംഗാ നദീനെയും ബ്രഹ്മപുത്ര നദീനെയും ബംഗാൾ ഉൾക്കടലിലേക്ക് വഴിതിരിച്ചു വിട്ടത്. അപ്പോ ഒരു പ്രദേശം താഴ്ത്തപ്പെട്ടപ്പോ മറ്റൊരു പ്രദേശം ഉയർന്നു വന്നു. അടുത്ത ചോദ്യമായിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇനി വരാം. ഗംഗാ നദീ വ്യവസ്ഥയും അതുപോലെ തന്നെ സിന്ധു നദീ വ്യവസ്ഥയും ഗംഗാ നദീ വ്യവസ്ഥയും വേർതിരിക്കപ്പെട്ടത് എന്തിന്റെ പ്രത്യേകത കൊണ്ടാണ്? ഏത് ഭാഗത്തിന്റെ പ്രത്യേകത കൊണ്ടാണ്? അത് ഡൽഹി റിഡ്ജ്, പോട്ട്വാർ പീഠഭൂമി, ഡൽഹി റിഡ്ജ് ഉൾപ്പെടുന്ന ആ പശ്ചിമ ഹിമാലയ മേഖല മൊത്തത്തിൽ ഉയർന്നു വന്നതാണ് ഇവർ വഴിതിരിഞ്ഞു പോയത്, വേർപിരിഞ്ഞു പോയത്. എന്നാൽ ഗംഗാ നദിയും ഗംഗാ നദി, ഈ വഴിതിരിഞ്ഞു പോകുന്ന ഗംഗാ നദി നോക്കിക്കേ, ഗംഗാ നദിയും ബ്രഹ്മപുത്ര നദിയും ബംഗാൾ ഉൾക്കടലിലേക്ക് വഴിതിരിഞ്ഞു വരാൻ കാരണം മാൾവ എന്നറിയപ്പെടുന്ന മാൾഡ കേട്ടോ, മറന്നു പോരുത്. മാൾഡ എന്നറിയപ്പെടുന്ന ഒരു പ്രദേശത്തിന്റെ മാൾഡ വിടവ്, അല്ലെങ്കിൽ ഈ പ്രദേശം രാജ്മഹൽ കുന്നുകൾക്ക് ശേഷമുള്ള പ്രദേശം, മേഘാലയ പീഠഭൂമിക്കും രാജ്മഹൽ കുന്നുകൾക്കും ഇടയ്ക്കുള്ള ഈ പ്രദേശം താഴ്ന്നു പോയതാണ്, അവതലനത്തിന് വിധേയമായതാണ്. ഈ പറഞ്ഞ നദികൾ ഇങ്ങോട്ട് വഴിതിരിഞ്ഞു വരാൻ കാരണം ആ വിടവിനെ നമ്മൾ മാൾഡ വിടവെന്ന് വിളിക്കുന്നു. രാജ്മഹൽ കുന്നുകൾക്കും വടക്ക് കിഴക്കൻ പീഠഭൂമിക്കും ഇടയ്ക്കുള്ള ആ താഴ്ന്ന പ്രദേശത്തെ, ആ വിടവിനെ നമ്മൾ മാൾഡ വിടവെന്ന് വിളിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നോക്കിക്കോ, ഹിമാലയൻ നീരൊഴുക്കിന്റെ വിഭജനത്തിന് കാരണമായ ഘടകങ്ങൾ, ഇത് പ്ലീസ്റ്റോസിൻ കാലഘട്ടത്തിലാണ് സംഭവിക്കുന്നത്. മറ്റേത് നമ്മൾ പറഞ്ഞിരുന്നു മയോസിൻ കാലഘട്ടം എന്ന് പറഞ്ഞായിരുന്നു. ഇത് പ്ലീസ്റ്റോസിൻ കാലഘട്ടത്തിലും മധ്യ പ്ലീസ്റ്റോസിൻ കാലഘട്ടത്തിലുമാണ് ഇത് രണ്ടും സംഭവിക്കുന്നത്. പ്ലീസ്റ്റോസിൻ കാലഘട്ടത്തിലും മധ്യ പ്ലീസ്റ്റോസിൻ കാലഘട്ടത്തിലും. ഇത് ഏതാണ്? പ്രസന്റ് ടൈമിൽ നിന്ന് 11,700 വർഷങ്ങൾ മുതൽ എത്രയാണ്? 2.58 അല്ലെങ്കിൽ റൗണ്ട് ചെയ്ത് 6 മില്യൺ, 6 ദശലക്ഷം, 11,700 വർഷങ്ങൾ തൊട്ട്, ഇവിടെ ദശലക്ഷം പറയരുത്, 11,700 വർഷങ്ങൾ തൊട്ട് 2.58 അല്ലെങ്കിൽ 2.6 ദശലക്ഷം, അവിടെ ദശലക്ഷം പറയണം, ദശലക്ഷം വർഷങ്ങൾക്കിടയ്ക്കുള്ള സമയമാണ് ഈ പ്ലീസ്റ്റോസിൻ അല്ലെങ്കിൽ മധ്യ പ്ലീസ്റ്റോസിൻ കാലഘട്ടം. ഈ സമയത്താണ് ഈ പറഞ്ഞ കാര്യങ്ങൾ സംഭവിച്ചത്. നോക്കിക്കേ, സിന്ധു ഗംഗാ നദികൾക്കിടയിൽ ജലവിഭാജകമായ പോട്ട്വാർ പീഠഭൂമി അഥവാ ഡൽഹി റിഡ്ജ് ഉൾപ്പെടെ പശ്ചിമ ഹിമാലയത്തിന് സംഭവിച്ച ഉത്ഥാനം ആയിരിക്കാം. ഇതെല്ലാം അനുമാനമാണ്, നമ്മുടെ നിഗമനങ്ങളാണ്. ആയിരിക്കാം ഈ നദികൾ വിഭജിക്കപ്പെട്ടതിന് കാരണമായത്. ഏത് നദികൾ? സിന്ധു ഗംഗാ നദികൾ വിഭജിക്കപ്പെട്ടതിന് കാരണം. ഇനി നമ്മുടെ ചോദ്യത്തിന്റെ ഡെഫിനേഷൻ, എക്സ്പ്ലനേഷൻ വരുന്നു ഇവിടെ. അതുപോലെ മേഘാലയ പീഠഭൂമി ഞാൻ പറഞ്ഞു, വടക്കിഴക്കൻ പീഠഭൂമിയിലെ മേഘാലയ പീഠഭൂമി, അതുപോലെ രാജ്മഹൽ കുന്നുകൾ, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ കിഴക്ക്, ഞാൻ രണ്ടും വരച്ച് കാണിച്ചു. ഞാൻ രാജ്മഹൽ കുന്നുകളും വരച്ച് കാണിച്ചു. നേരത്തെ നിങ്ങളൊന്ന് ബാക്കിലോട്ട് പോയാൽ മതി. രാജ്മഹൽ കുന്നുകളും വരച്ച് കാണിച്ചു. മേഘാലയ, കർബി അംഗലോങ് 2 പീഠഭൂമികളും വരച്ച് കാണിച്ചു. അവർക്ക് രണ്ടുപേർക്ക് ഇടയിൽ എന്ത് സംഭവിച്ചു? മാൾഡ വിടവിന്റെ താഴ്ത്തപ്പെടൽ, ആ പ്രദേശം, ആ താഴ്ത്തപ്പെട്ട പ്രദേശം, അതിന്റെ പേര് മാൾഡ വിടവിന്റെ താഴ്ത്തപ്പെടലാണ്
ഗംഗ ബ്രഹ്മപുത്ര നദികളെ ബംഗാൾ ഉൾക്കടൽ ഭാഗത്തേക്ക് വഴിതിരിച്ച് വിട്ടത്, അല്ലെങ്കിൽ അവർ വഴിതിരിച്ച് വിടാനുള്ള കാരണം ഈ മാൾഡ വിടവിന്റെ താഴ്ത്തപ്പെടലാണ്. കൂടുതൽ എക്സ്പ്ലനേഷനിലേക്ക് ഇനി പോകുന്നില്ല, കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. താഴെ തന്നിരിക്കുന്ന ഉപദ്വീപ നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്നവ കണ്ടെത്തുക. ഓപ്ഷനകത്ത് നർമ്മദ, താപ്തി, മഹാനദി, ഗോദാവരി, കൃഷ്ണ ഒന്നുമില്ല. അതായിരിക്കുമല്ലോ പ്രതീക്ഷിച്ചത്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ എന്ന് പറയുമ്പോൾ നർമ്മദ, താപ്തി, കിഴക്കോട്ട് ഒഴുകുന്നത് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, അങ്ങനെ ആയിരിക്കുമല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ നമ്മുടെ പ്ലസ് 1 പാഠപുസ്തകത്തിൽ ഉപദ്വീപ നദികളെ പറ്റി പഠിക്കുന്ന ഭാഗത്ത് ഉപദ്വീപ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന മറ്റ് നദികൾ, അതായത് നർമ്മദയും താപ്തിയും ഗോദാവരിയും ഒന്നും അല്ലാത്ത മറ്റ് നദികൾ എന്നൊരു ചെറിയ ടോപ്പിക്കുണ്ട്. അതിൽ കുറച്ചധികം നദികളെ പറ്റി പറയുന്നുണ്ട്. ആ നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ ഏതെന്ന് കണ്ടെത്തണം. സുവർണരേഖ, പെന്നാറ്, പാലാറ്. ഓപ്ഷൻ എ സുവർണരേഖ, പെന്നാറ്, പാലാറ്. ഇതിനകത്ത് നമുക്കൊന്ന് പരിശോധിക്കാം, ഓരോ ഓപ്ഷനും പരിശോധിക്കാം. സുവർണരേഖ നമുക്കറിയാം ജാർഖണ്ഡിലൂടെ ഒഴുകുന്നതാണ്, ബംഗാൾ ഉൾക്കടലിലേക്ക് പോയി പതിക്കുന്ന നദിയാണ്. സുവർണരേഖ ഉണ്ട്. പക്ഷെ പെന്നാറ്, പാലാറ് ഇത് രണ്ടും ഇവരും ബംഗാൾ ഉൾക്കടലിലേക്ക് തന്നെ ഒഴുകി പോകുന്ന നദികളാണ്. അപ്പൊ പടിഞ്ഞാറോട്ടല്ല. ബംഗാൾ ഉൾക്കടൽ എന്ന് പറയുമ്പോൾ ഇവര് പടിഞ്ഞാറോട്ടല്ല. സോ ഇവര് 3 പേരും അല്ല. അടുത്ത് നോക്കാം. മണ്ടോവി, സുവാരി, ബൈതരണി. ഇത് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇതെല്ലാം ശരിയാണെന്ന് തോന്നുന്നു. മണ്ടോവി ഗോവയിലൂടെ ഒഴുകുന്നു, അതായത് അറബിക്കടലിലേക്ക്. സുവാരി ഗോവയിലൂടെ തന്നെ ഒഴുകുന്ന മറ്റൊരു നദിയാണ്. എങ്ങോട്ടാണ്? പടിഞ്ഞാറോട്ട്, അല്ലേ, അറബിക്കടലിലേക്ക്. പക്ഷെ ബൈതരണി ബംഗാൾ ഉൾക്കടലിലേക്ക്. അപ്പം ഇതും തെറ്റാണ്, ഈ ഒരു ഓപ്ഷനും തെറ്റാണ്. ബൈതരണി ബംഗാൾ ഉൾക്കടലിലേക്കാണ്. ഇനി അടുത്ത് നോക്കാം. വൈഗ, പാലാറ്, ശരാവതി. ഇതിനകത്ത് ഒരെണ്ണം ഉണ്ട് പടിഞ്ഞാറോട്ട് ഒഴുകുന്നത്, അറബിക്കടലിലേക്ക് പതിക്കുന്നത്. ശരാവതി ഉണ്ട്, കർണാടകയിലൂടെ ഒഴുകുന്ന, ശിമോഗ ജില്ലയിലൂടെ ഒഴുകുന്ന, നമ്മുടെ ജോഗ് വെള്ളച്ചാട്ടമൊക്കെ ഉള്ള ശരാവതി ഉണ്ട്. പക്ഷെ വൈഗ, പാലാറ് ഇത് രണ്ടും കിഴക്കോട്ട് ഒഴുകുന്നത്. അപ്പൊ ഇതും നമുക്ക് ഒഴിവാക്കാം. അടുത്ത 4ാമത്തെ ഓപ്ഷൻ നോക്കാം. ശരാവതി, നേത്രാവതി, മണ്ടോവി. 3ഉം പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളാണ്. ശരാവതി, നേത്രാവതി, മണ്ടോവി. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ മാപ്പ് ഒന്ന് കണ്ടുകളയാം. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നർമ്മദയും താപ്തിയും അല്ലാത്ത മറ്റ് ചില നദികൾ നമുക്കൊന്ന് പരിചയപ്പെടാം. അതിൽ ഏറ്റവും താഴെ തുടങ്ങുന്ന നമ്മുടെ നദികളാണ് 3 പമ്പ, പെരിയാറ്, ഭാരതപ്പുഴ. കേരളത്തിലൂടെ ഒഴുകുന്ന നദികളാണെന്നുള്ള കാര്യത്തിന് തർക്കമില്ല. അടുത്തത് മംഗലാപുരം ഭാഗത്തോട്ട് ഒഴുകുന്ന നേത്രാവതി, കർണാടകയിലും നേത്രാവതി. പിന്നെ വരുന്ന നോക്കിക്കേ, ശരാവതി. കർണാടകയിലാണ്. നമ്മുടെ ജോഗ് വെള്ളച്ചാട്ടമൊക്കെ ഉള്ളത് ഈ ശരാവതി നദിയിലാണ്. അടുത്തത് കാളി നദി. ഇവിടെ ഇന്ന് തെറ്റരുത്, നമുക്ക് ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലൂടെ ഒരു ഹിമാലയൻ കാളി നദി ഒഴുകുന്നുണ്ട്. കാളി എന്ന പേരിൽ ഇന്ത്യനെയും നേപ്പാളിനെയും വേർതിരിച്ചുകൊണ്ട് ഒഴുകിപ്പോകുന്ന നദിയാണ്, അല്ലെ, ഉത്തരാഖണ്ഡിന്റെയും നേപ്പാളിന്റെയും ബോർഡറിലൂടെ ഒഴുകുന്ന നദിയാണ് കാളി നദി. കാളി നദി ഗംഗയുടെ പോഷക നദിയായ ഘാഗ്ര നദിയുടെ മറ്റൊരു പോഷക നദിയാണ് ഈ കാളി നദി. ഘാഗ്ര നദിയിലേക്കാണ് ഈ കാളി നദി വന്ന് പതിക്കുന്നത്, അല്ലെ. നമ്മളത് പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഹിമാലയൻ നദികളെ പറ്റി പഠിച്ച കൂട്ടത്തിൽ ഞാൻ ആ കാളി നദിയെ പറ്റി നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ശാരദ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന നദി കാളി നദി, അല്ലെ, മഹാകാളി എന്നൊക്കെ അറിയപ്പെടുന്ന നദി. സോ ഇത് വേറെ ഒരു നദിയാണ് കാളി നദി, കർണാടകയിൽ ഒഴുകുന്ന കാളി നദിയാണ്. 2 ഗോവയിലൂടെ ഒഴുകുന്നു, സുവാരിയും അതുപോലെ മണ്ടോവിയും. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നർമ്മദയും താപ്തിയും അല്ലാത്ത ചില പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഇന്ത്യയിലെ ഉപദ്വീപ നദികൾ നമ്മൾ പരിചയപ്പെട്ടു. ക്ലിയർ? ഇനി കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ നോക്കാം. കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ നമുക്ക് കൃത്യമായിട്ട് അത് നമ്മൾ പറഞ്ഞേക്കുന്ന ലിസ്റ്റിനകത്തുള്ള നദികളൊക്കെ തന്നെ ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്കറിയാം ഇത് ദാമോദർ ഉണ്ട്, എന്തായാലും ദാമോദർ വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഞാനൊരു ഒഡീഷയുടെ ബോർഡർ ഒന്ന് മാർക്ക് ചെയ്യുവാണ്. ഓക്കെ, ബോർഡർ ഒന്ന് കൃത്യമായിട്ട് നോക്കിക്കോണം. യെസ്, ഇവിടെ വരുന്ന പശ്ചിമ ബംഗാളിന്റെ ബോർഡർ, പിന്നെ ഒഡീഷയുടെ ബോർഡർ ഒന്ന് കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടോണം. ഒഡീഷ കേട്ടോ, ഇതാണ് ഒഡീഷയുടെ ബോർഡർ വരുന്നത്. ഓക്കെ, ഇപ്പൊ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ നമുക്ക് എന്തെങ്കിലും ലിസ്റ്റിനകത്ത് വരുന്നത് നോക്കുക. ദാമോദർ, അല്ലെ, ദാമോദർ അങ്ങോട്ടാ ഹൂഗ്ലി നദിയിലേക്ക് എന്ന് പതിക്കുന്നത്, ഹൂഗ്ലി. പിന്നെ അത് നോക്കിക്കേ, സുവർണരേഖ കണ്ടോ, സുവർണരേഖ എന്നറിയപ്പെടുന്ന നദി സുവർണരേഖ. 2 പറഞ്ഞു. പിന്നെ നമ്മുടെ ഓപ്ഷനകത്ത് ഉണ്ടായിരുന്നത് ബ്രാഹ്മണി, ഒഡീഷയിലൂടെയാണ് ഒഴുകുന്നത് പോകുന്നത്. ബ്രാഹ്മണി കണ്ടോ, ബ്രാഹ്മണി. ഇതാണ് ബൈതരണി കണ്ടോ, ബൈതരണി ഒരു ഓപ്ഷനകത്ത് ഇല്ലായിരുന്നോ, ബൈതരണി. പിന്നെ ഇത് വരുന്നുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട നദിയാണ് മഹാനദി കേട്ടോ. അപ്പൊ സുവർണരേഖ, ബ്രാഹ്മണി, ബൈതരണി, മഹാനദി തുടങ്ങിയവക്ക്, ദാമോദർ ഉൾപ്പെടെ എല്ലാം തുടങ്ങിയവ കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ്. ഇതുകൂടാതെ പാലാറ് എന്നറിയപ്പെടുന്ന നദി തമിഴ്നാട്ടിലൂടെ ഒഴുകുന്ന പാലാറ്. പിന്നെ സൗത്ത് പെന്നാർ നദി തന്നെയാണ്, ദക്ഷിണ പെന്നാർ നദിയാണ് ഈ പൊന്നയ്യാർ എന്ന പേരിൽ ഒഴുകുന്നത്. പൊന്നയ്യാർ, ഇതിനകത്ത് പൊന്നയ്യാർ എന്ന് കാണിച്ചിരിക്കുന്നത് ഈ ദക്ഷിണ പെന്നാർ നദിയാണ്. സൗത്ത് പെന്നാർ എന്നറിയപ്പെടുന്ന നദി തന്നെയാണ് ഈ പൊന്നയ്യാർ.
പിന്നെ വരുന്ന നമ്മുടെ പ്രധാനപ്പെട്ട നദി കാവേരി. നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തില്ല, അത് പ്രധാനപ്പെട്ട കിഴക്കോട്ട് ഒഴുകുന്ന നദിയാണ് കാവേരി. പിന്നെ വരുന്നത് വൈഗൈ കേട്ടോ, വൈഗൈ കേട്ടോ, വൈഗൈ. പിന്നെ പിന്നെ ഏതാണ് ഈ താമരപരണി എന്നറിയപ്പെടുന്ന നദി, താമരപരണി എന്നറിയപ്പെടുന്ന മറ്റൊരു നദി കേട്ടോ. ഇതെല്ലാം കിഴക്കോട്ട് ഒഴുകുന്ന പാലാറ്, പെന്നാറ് അല്ലെങ്കിൽ പെന്നാറ്, സൗത്ത് പെന്നാറിനെ തന്നെയാണ് ഈ പൊന്നയ്യാർ എന്ന് വിളിക്കുന്നത്. പിന്നെ കാവേരി, വൈഗൈ, ഈ താമരപരണി തുടങ്ങിയവയൊക്കെ കിഴക്കോട്ട് ഒഴുകുന്ന മറ്റ് ചില നദികളാണ്. നമ്മൾ ബ്രാഹ്മണി, സുവർണരേഖ പഠിച്ച കൂട്ടത്തിൽ ഇതും കൂടെ ഓർത്ത് വെച്ച് പഠിച്ചോണം കേട്ടോ. ഈ ഒരു നദികളുടെ ലിസ്റ്റും കൂടെ ഒന്ന് ഓർത്ത് വെച്ചോണം. അപ്പൊ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന, കിഴക്കോട്ട് ഒഴുകുന്ന അത്ര പ്രധാനപ്പെട്ടതല്ലാത്ത ഉപദ്വീപ നദികൾ കൂടി നമ്മൾ പരിചയപ്പെട്ടു. ഇനി സ്വാഭാവിക സസ്യജാലങ്ങൾ എന്ന് ടോപ്പിക്കുന്ന ഒരു ചോദ്യം. ഇന്ത്യയിൽ കാണപ്പെടുന്ന സ്വാഭാവിക സസ്യജാലങ്ങൾ തന്നെ മറ്റൊരു വാക്ക് പ്രയോഗിക്കാം, നൈസർഗിക സസ്യജാലങ്ങളെ, അല്ലെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് വനങ്ങളെ എത്രയായി തരംതിരിക്കാം. അപ്പൊ സ്വാഭാവിക സസ്യജാലങ്ങൾ എന്ന ചാപ്റ്റർ നമ്മൾ കണ്ടില്ലായിരുന്നു. ഇന്ന് നമ്മൾ സ്വാഭാവിക സസ്യജാലങ്ങളും മണ്ണും കൃത്യമായിട്ട് പഠിക്കുമെന്ന് പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ അതിനകത്ത് ഇന്ത്യയിൽ കാണപ്പെടുന്ന സ്വാഭാവിക സസ്യജാലങ്ങളെ എത്രയായി തരംതിരിക്കാമെന്നാണ് ആദ്യത്തെ ചോദ്യം. 4, 5, 3, 6 കിട്ടിയ ഉത്തരം, ആൻസർ കിട്ടിയോ? യെസ്, ഇന്ത്യയിൽ കാണപ്പെടുന്ന സ്വാഭാവിക സസ്യജാലങ്ങളെ നമുക്ക് 5ആയി തരംതിരിക്കാം. നമ്മുടെ ആൻസർ 5ആണ്. ഏതെല്ലാമാണ് ആ 5 വിഭാഗങ്ങൾ? അപ്പൊ ഒന്ന് പരിചയപ്പെടാവേ. ഇന്ത്യയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട വനവിഭാഗങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്നാമത്തത് ഉഷ്ണമേഖല മഴക്കാടുകൾ അഥവാ നിത്യഹരിത വനങ്ങൾ. ഉഷ്ണമേഖല മഴക്കാടുകൾ അഥവാ നിത്യഹരിത വനങ്ങൾ. അപ്പൊ ഈ മഴക്കാടുകളെ തന്നെയാണ് നിത്യഹരിത വനങ്ങൾ എന്ന് വിളിക്കുന്നത്. 200 സെന്റിമീറ്ററിൽ അധികം മഴയുള്ള പ്രദേശങ്ങളിൽ ഈ ഉഷ്ണമേഖല മഴക്കാടുകൾ അഥവാ നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്നു. 2 ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ. ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ 70 മുതൽ 200 സെന്റിമീറ്റർ വരെയുള്ള പ്രദേശങ്ങളിൽ, 70 മുതൽ 200 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഈ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ കാണപ്പെടുന്നു. 700-ന് 200 സെന്റിമീറ്റർ, 70-നും 200-നകത്ത് നിൽക്കണം മഴ. ഇത് 200-ന് മുകളിലായിരിക്കണം സെന്റിമീറ്റർ കണക്ക് പറയുമ്പോൾ. 3 ഉഷ്ണമേഖല മുൾച്ചെടികളും കുറ്റിക്കാടുകളും 50 സെന്റിമീറ്ററിൽ താഴെ, 50 സെന്റിമീറ്റർ താഴെ മഴയുള്ള പ്രദേശങ്ങളാണ് ഉഷ്ണമേഖല മുൾച്ചെടികളും കുറ്റിക്കാടുകളും. ഇനി പർവ്വതവനങ്ങളും കണ്ടൽ വനങ്ങളും കൃത്യം നമുക്ക് മഴയുടെ അളവ് പറയുന്നില്ല. പർവ്വതവനങ്ങൾ പർവ്വത പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വനങ്ങളാണ്. ഇത് ഭയങ്കര വ്യത്യസ്തത പുലർത്തുന്ന വനങ്ങളാണ് പർവ്വതവനങ്ങൾ. ഉദാഹരണത്തിന് ഹിമാലയത്തിന്റെ താഴ്വരകളിലില്ലേ, ഹിമാലയത്തിന്റെ താഴ്വരകളിൽ, ഏറ്റവും താഴ്വരകളിൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രധാനമായിട്ടും ഈ ഇലപൊഴിയും വനങ്ങളൊക്കെ കാണപ്പെടുന്നത്. ഇലപൊഴിയും വനങ്ങൾ മുകളിലോട്ട് പോകുന്നതനുസരിച്ച് വ്യത്യാസം സംഭവിച്ചുകൊണ്ടിരിക്കും. മുകളിലോട്ട് പോകുന്നതനുസരിച്ച് പുൽമേടുകൾ വരും. പിന്നെ ചില ഭാഗത്ത് ഇതാണ് ഈ പറഞ്ഞ നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്ന മരങ്ങൾ ചില പ്രദേശങ്ങളുണ്ട്. പിന്നെ മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് ഏറ്റവും മുകളിലേക്ക് എത്തുമ്പോഴേ ആൽപൈൻ മരങ്ങളുണ്ട്. പിന്നെ പായൽ വർഗ സസ്യങ്ങൾ, ഏറ്റവും മുകളിൽ തീരെ മഴയില്ലാത്ത സ്ഥലങ്ങളിൽ പായൽ വർഗ സസ്യങ്ങളൊക്കെ കാണപ്പെടുന്നു. അങ്ങനെ വ്യത്യസ്തത പുലർത്തുന്ന ഒരു വനവിഭാഗമാണ് ഈ പറഞ്ഞ പർവ്വത വനങ്ങൾ. വ്യത്യസ്ത മരങ്ങൾ ഇവിടെ കാണപ്പെടുന്നു, വ്യത്യസ്ത പ്രദേശങ്ങളിലെ മരങ്ങൾ ഇവിടെ കാണപ്പെടുന്നു. ഓക്കെ, പർവ്വത പ്രദേശങ്ങളിലാണ് സാധാരണ, നമുക്ക് ഇത് കോമൺ ആയിട്ട് പറയാവുന്നൊരു കാര്യം ഇതാണ്, പർവ്വത പ്രദേശങ്ങളിലാണ് പർവ്വത വനങ്ങൾ കാണപ്പെടുന്നത്. പിന്നെ അവസാനമായിട്ട് കണ്ടൽ വനങ്ങൾ, നമ്മുടെ സ്വാമ്പ് ഫോറസ്റ്റ്, ലിറ്ററൽ ആൻഡ് സ്വാമ്പ് ഫോറസ്റ്റ് എന്ന് ഇംഗ്ലീഷ് പറയും. പ്രത്യേകിച്ച് ഡെൽറ്റ പ്രദേശങ്ങളിലൊക്കെ, സുന്ദർബൻസ് ഡെൽറ്റ തൊട്ട് കൃഷ്ണ ഗോദാവരി ഡെൽറ്റ വരെ, അതുപോലെ കാവേരിയുടെ ഡെൽറ്റ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ചില പ്രത്യേകതരം കണ്ടൽ ചെടികൾ കാണപ്പെടുന്ന വനവിഭാഗങ്ങളാണ് കണ്ടൽ വനങ്ങൾ, ലിറ്ററൽ അല്ലെങ്കിൽ സ്വാമ്പ് ഫോറസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പം 5 പ്രധാനപ്പെട്ട വനവിഭാഗങ്ങളാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഓരോന്നും ആ മഴയുടെ ഒരു വിതരണം കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ 3 എണ്ണത്തിന്റെ ഉഷ്ണമേഖല മഴക്കാടുകൾ അഥവാ നിത്യഹരിത വനങ്ങൾ ചോദിച്ചാൽ 200 സെന്റിമീറ്ററിൽ അധികം മഴ ലഭിക്കണം. ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ, ട്രോപ്പിക്കൽ ഡെസ്യൂഡിയസ് ഫോറസ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും, 70 മുതൽ 200 സെന്റിമീറ്ററിനകത്ത് മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ്. ഉഷ്ണമേഖല മുൾച്ചെടികളും കുറ്റിക്കാടുകളും 50 സെന്റിമീറ്ററിൽ താഴെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ്. ഇതിനകത്ത് ഏതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ പറയേണ്ടത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന വനവിഭാഗം ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളാണ്. ഇനി ഈ ചോദ്യം തന്നെ പശ്ചിമഘട്ടത്തെ അധികരിച്ചുകൊണ്ട് ചോദിക്കുകയാണെങ്കിലോ, പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറൻ ചെരുവുകളിൽ കാണപ്പെടുന്നത് ഏത് വനവിഭാഗമാണ്? പശ്ചിമഘട്ടത്തിന്റെ കിഴക്ക് കാണപ്പെടുന്നത് ഏതാണ്? അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ ഏത് പറയും? ശ്രദ്ധിച്ചോണം. പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറൻ ചെരുവുകളിൽ കാണപ്പെടുന്നത് മഴ കൂടുതൽ ലഭിക്കുന്ന പ്രദേശമാണല്ലോ, അവിടെ ഉഷ്ണമേഖല മഴക്കാടുകൾ അഥവാ നിത്യഹരിത വനങ്ങൾ കാണപ്പെടും. എന്നാൽ പശ്ചിമഘട്ടത്തിന്റെ കിഴക്കൻ ചെരുവുകളിൽ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളാണ് കാണപ്പെടുന്നത്. അതായത് ഡെക്കാൻ പീഠഭൂമി പ്രദേശങ്ങളിൽ, നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമി പ്രദേശങ്ങളിൽ കൂടുതലായിട്ടും ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ടും ഉള്ളതും ഈ പുള്ളികളാണെന്ന് പാഠപുസ്തകം പറഞ്ഞു വെക്കുന്നുണ്ട്. ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളാണെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, ഇവിടുത്തെ ഒരു ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളിൽ കാണപ്പെടുന്ന പ്രധാന മരങ്ങൾ ഏതെല്ലാം എന്ന് കണ്ടെത്തുക. ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളിൽ കാണപ്പെടുന്ന പ്രധാന മരങ്ങൾ ഏതെല്ലാം എന്ന് കണ്ടെത്തുക. ഓപ്ഷൻ എ റോസ്വുഡ്,
ആഞ്ഞിലി, എബണി, മഹാഗണി. അടുത്തത് തേക്ക്, ചന്ദനം, സാല്. ഓപ്ഷൻ സി ഈന്തപ്പന, ബബുല്, കള്ളിമുൾച്ചെടി. ഓപ്ഷൻ ഡി ഓക്ക്, ചെസ്നട്ട്, പൈന്, ജൂണിപ്പർ, ദേവദാരു. ഇതിനകത്ത് ഏതാണ് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളിൽ കാണപ്പെടുന്ന പ്രധാന മരങ്ങൾ എന്ന് കണ്ടെത്തണം. ഓക്കെ, കിട്ടിയ ആൻസർ? യെസ്, നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. റോസ് വുഡ് അതിന്റെ ബ്രാക്കറ്റിൽ ഈട്ടി എന്ന് കൊടുത്തിരിക്കുന്നു. ഞാൻ +1 പുസ്തകത്തിൽ എങ്ങനെയാണോ എടുത്തിരിക്കുന്നത് അത് തന്നെ ഇവിടെ കൊടുത്തേക്കുവാണേ. ആഞ്ഞിലി ബ്രാക്കറ്റിൽ അയനി എന്ന് കൂടി ഇട്ടിട്ടുണ്ട്. അയനി പാഠപുസ്തകത്തിൽ അയനി എന്ന് കൂടി ഇട്ടിട്ടുണ്ട് പാഠപുസ്തകത്തിൽ. എബണി കരിമരുത് എന്നാണ് പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. കരിമരം എന്നും പറഞ്ഞാലും ശരിയാണ്. കരിമരുത് പാഠപുസ്തകത്തിലുള്ളതാണ്. ഞാൻ അതേപടി കോപ്പി അടിച്ചേക്കുവാണ് ഇങ്ങോട്ട് പുസ്തകത്തിൽ നിന്ന്. കാരണം അവിടുന്ന് ഒരു മാറ്റവും നമുക്ക് വരാൻ പാടില്ല. അവിടെ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ പഠിക്കണം. പിന്നെ മഹാഗണി. അപ്പൊ ഇതാണ് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളിൽ കാണപ്പെടുന്ന പ്രധാന മരങ്ങൾ. അടുത്ത നോക്കിക്കേ, തേക്ക്, സാല്, ചന്ദനം. ഇത് എവിടെ കാണപ്പെടുന്നു? ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളിൽ കാണപ്പെടുന്നവയാണ്. ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളിൽ കാണപ്പെടുന്നവയാണ് തേക്ക്, ചന്ദനം, അതുപോലെ സാല് തുടങ്ങിയവ. അടുത്തത് നോക്കിക്കേ, ഈന്തപ്പന, ബബൂല്, കള്ളിമുൾച്ചെടി, അക്കേഷ്യ ഉൾപ്പെടെ ഈന്തപ്പന, ബബൂല്, കള്ളിമുൾച്ചെടിയൊക്കെ എവിടെ കാണപ്പെടുന്നു? ഉഷ്ണമേഖല മുൾച്ചെടികളും കുറ്റിക്കാടുകളും എന്ന വനവിഭാഗത്തിലാണ് ഇവർ കാണപ്പെടുന്നത്. അടുത്തെല്ലാം നോക്കിക്കേ, ഓക്ക്, ചെസ്നട്ട്, പൈന്, ജൂണിപ്പർ, ദേവദാരു എല്ലാം പർവ്വത വനങ്ങളിൽ കാണപ്പെടുന്ന പ്രധാന മരങ്ങളാണ്. പർവ്വത വനങ്ങളിൽ കാണപ്പെടുന്ന പ്രധാന മരങ്ങൾ. അപ്പൊ അതുകൂടെ നിങ്ങൾ അങ്ങ് പഠിച്ചു. ഓക്കെ, ഇതിനകത്ത് സ്ഥിരമായിട്ട് LDC പോലുള്ള പരീക്ഷകൾക്കൊക്കെ ഇതിന്റെ ഈ 3 ഏതെങ്കിലും എടുത്തിട്ട് ചോദിക്കും. തേക്ക്, സാല്, ചന്ദനമൊക്കെ എവിടെ കാണപ്പെടുന്നു? ചിലപ്പോൾ തേക്കായിരിക്കും ചോദിക്കുന്നത്, ചിലപ്പോൾ ചന്ദനമായിരിക്കും ചോദിക്കുന്നത്. ഏത് വനവിഭാഗത്തിലാണ് ഇത് ഉൾപ്പെടുന്നത് എന്ന് ചോദിക്കാം. എവിടെയാണ് ഉത്തരം പറയേണ്ടത്? യെസ്, കൃത്യമായിട്ട് പറയണം. ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ് എന്ന് നമ്മൾ ആൻസർ പറയണം. സ്വാഭാവിക സസ്യപ്രകൃതി എന്നൊരു ചോദ്യം കൂടെ. മൺസൂൺ വനങ്ങൾ എന്ന് പ്രത്യേകമായി അറിയപ്പെടുന്നത് ഏത് വനങ്ങളാണ്? മൺസൂൺ വനങ്ങൾ. ഉഷ്ണമേഖല മഴക്കാടുകൾ, ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ, ഉഷ്ണമേഖല മുൾച്ചെടികളും കുറ്റിക്കാടുകളും, പർവ്വത വനങ്ങൾ. ഏതാണ് മൺസൂൺ വനങ്ങൾ എന്ന പേരിൽ പ്രത്യേകമായിട്ട് അറിയപ്പെടുന്നത്? മൺസൂൺ വനങ്ങൾ. യെസ്, കിട്ടിക്കാണെന്ന് വിചാരിക്കുന്ന ആൻസർ. യെസ്, പഠിച്ചോണം. ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളെയാണ് നമ്മൾ മൺസൂൺ വനങ്ങൾ എന്ന് വിളിക്കുന്നത്. കാരണം ഇവർക്ക് ഇന്ത്യയിലെ മൺസൂൺ കാലഘട്ടത്തിൽ മാത്രമാണ് ഈ പ്രദേശങ്ങളിൽ മഴ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഇവരെ മൺസൂൺ വനങ്ങൾ എന്ന് വിളിക്കുന്നത്. ഈ വനപ്രദേശങ്ങളിൽ മൺസൂൺ കാലഘട്ടത്തിൽ മാത്രമാണ് മഴ ലഭിക്കുന്നത്. എന്നാൽ മഴക്കാടുകൾ നോക്കിക്കേ, ഇവർക്ക് മൺസൂൺ സമയത്ത് മാത്രമല്ല, വേനൽ മഴയും ചക്രവാത മഴയും തീരദേശ മഴയും ഒക്കെ ആയിട്ട് ഇവർക്ക് ധാരാളം മഴ കിട്ടിക്കൊണ്ടിരിക്കും വർഷം മുഴുവൻ. അതുകൊണ്ടാണ് ഇത് മുഴുവൻ സമയവും നിത്യഹരിതമായിട്ട് കാണപ്പെടുന്നത് ഈ മഴക്കാടുകൾ. എന്നാൽ ഇവരോ, ഈ ഇലപൊഴിയും വനങ്ങളോ, മൺസൂൺ കാലത്ത് മാത്രമേ ഇവർക്ക് മഴ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് എന്ത് സംഭവിക്കും? മൺസൂണിന് ശേഷമുള്ള വരണ്ട കാലഘട്ടങ്ങളിൽ ഈ വനങ്ങളിലുള്ള മരങ്ങൾ അവയുടെ ഇലപൊഴിച്ച് കാണപ്പെടും. അതുകൊണ്ടാണ് ഇവരെ ഇലപൊഴിയും വനങ്ങൾ എന്ന് വിളിക്കുന്നത്. മൺസൂൺ സമയത്ത് മാത്രം ഇവ പച്ചപ്പിൽ കാണപ്പെടും. അല്ലാത്ത സമയങ്ങളിൽ പച്ച നിറത്തിലുള്ള ഇവരുടെ ഇലകൾ ഇവർ കൊഴിച്ചു നിർത്തും. മനസ്സിലായോ? അതാണ് ഇവർ ഇലപൊഴിയും വനങ്ങൾ എന്ന പേരിൽ പ്രസിദ്ധമായിട്ട് അറിയപ്പെടുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളെ പറ്റി പാഠപുസ്തകത്തിലുള്ള ഈ ഒരു പോയിന്റ് നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണമെന്നാണ് ഞാൻ പറയുന്ന കാര്യം. നോക്കിക്കോണം. ഇന്ത്യയിലെ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനങ്ങളാണിത്. അപ്പൊ നമ്മുടെ ചോദ്യമായി, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനം ഏത് എന്ന ചോദ്യത്തിന് ഉത്തരമായി ഉഷ്ണമേഖല ഇലപൊഴിയും വനം. ഇനി പറയുന്ന കാര്യം ശ്രദ്ധിച്ചോണം. ഇതിനെ മൺസൂൺ വനങ്ങൾ എന്നും വിളിക്കുന്നു. കണ്ടോ, ഇതിനെ മൺസൂൺ വനങ്ങൾ എന്നും വിളിക്കുന്നു. ശരിയാണല്ലോ? ഉറപ്പിച്ചു. ഇനി അടുത്ത് നോക്കിക്കേ, 70 മുതൽ 200 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളിലാണ് ഇവ കാണപ്പെടുന്നത്. ഇത് ഞാൻ ഈ ചോദ്യത്തിന്റെ തുടക്കത്തിലെ പറഞ്ഞു തന്നിരുന്നു. 70 മുതൽ 200 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഇത് കാണപ്പെടുന്നു. ജലലഭ്യതയുടെ അടിസ്ഥാനത്തിൽ ഇവരെ വീണ്ടും രണ്ടായി തിരിക്കാൻ പോവുക. ജലലഭ്യതയുടെ അടിസ്ഥാനത്തിൽ ഇവയെ ആർദ്ര ഇലപൊഴിയും വനങ്ങളെന്നും വരണ്ട ഇലപൊഴിയും വനങ്ങളെന്നും വിളിക്കുന്നു. അപ്പോൾ മൊത്തം ഇലപൊഴിയും വനങ്ങൾ കാണപ്പെടുന്നത് 70 മുതൽ 200 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കുന്നിടത്താണ്. അതിനകത്ത് ഇവരെ രണ്ടായിട്ട് വീണ്ടും തരംതിരിക്കുന്നു. ആദ്യം ആർദ്ര ഇലപൊഴിയും വനങ്ങൾ. ആർദ്ര ഇലപൊഴിയും വനങ്ങൾ 100 മുതൽ 200 സെന്റിമീറ്റർ വരെയും 100 മുതൽ 200 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലും, വരണ്ട ഇലപൊഴിയും വനങ്ങൾ 70 മുതൽ 100 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളുമാണ് കാണപ്പെടുന്നത്. അപ്പോൾ വരണ്ട ഇലപൊഴിയും വനങ്ങൾ പഠിച്ചോണം. 70 മുതൽ 100, വീണ്ടും ആ 100ൽ നിന്ന് തുടങ്ങുന്നു. 100 മുതൽ 200 വരെ എന്ത് കാണപ്പെടുന്നു? ആർദ്ര ഇലപൊഴിയും വനങ്ങൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങൾ കിട്ടുന്ന മഴയാണത്. ഇനി പറയാൻ പോകുന്ന പോയിന്റാണ് ശ്രദ്ധിക്കേണ്ടത്. 70 മുതൽ 100 സെന്റിമീറ്റർ വരെ, ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. 70 മുതൽ 100 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ വരണ്ട ഇലപൊഴിയും വനങ്ങൾ വ്യാപകമായി വളരുന്നു. എന്നിട്ട് അടുത്ത പോയിന്റ് നോക്കിക്കോണം. ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന
വനങ്ങളാണിത്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വനങ്ങളാണിത്. ഏതിനെ പറ്റിയാണ് പറയുന്നത്? ഈ വരണ്ട ഇലപൊഴി വനങ്ങളെ പറ്റി പിന്നെയും പറയുവാണ്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മരങ്ങൾ ആണിത്. നനവാർന്ന അതിർത്തി പ്രദേശങ്ങളിൽ ആർദ്ര ഇലപൊഴി വനങ്ങളായും വരണ്ട അതിർത്തികളിൽ മുൾക്കാടുകളായും ഈ വനങ്ങൾക്ക് പരിവർത്തനം സംഭവിക്കുന്നുണ്ട്. ആർക്ക്? ഈ വരണ്ട ഇലപൊഴി വനങ്ങൾക്ക് നനവുള്ള സ്ഥലങ്ങളിൽ അവ ആർദ്ര ഇലപൊഴി വനങ്ങളാവും. തീരെ മഴയില്ലാത്തടത്ത് എത്തുമ്പോൾ അവ മുൾച്ചെടികളും കുറ്റിക്കാടുകളുമായിട്ട് പരിണമിക്കും. അപ്പോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പറഞ്ഞോണം? ഈ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ്. ഇനി വീണ്ടും എടുത്തു പറയുവാണ്, ആർദ്ര ഇലപൊഴിയും വനങ്ങളെക്കാൾ കൂടുതലുള്ളത്, രാജ്യത്ത് കൂടുതലുള്ളത് വരണ്ട ഇലപൊഴിയും വനങ്ങളാണ്. ഞാനല്ല പറയുന്നത്, നിങ്ങളുടെ +1 പാഠപുസ്തകത്തിൽ കണ്ടു കൊടുത്തിരിക്കുന്നു. രാജ്യത്തെ ഏറ്റവും കൂടുതൽ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വനങ്ങളാണിവ. ആര്? വരണ്ട ഇലപൊഴിയും വനങ്ങൾ. കണ്ടോ? അപ്പൊ മൊത്തം ഇലപൊഴിയും വനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷനകത്ത് ഇലപൊഴിയും വനങ്ങൾ ഉള്ളെങ്കിൽ അത് എഴുതുക. ആർദ്ര അല്ലെങ്കിൽ വരണ്ട എന്ന് സെപ്പറേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പാഠപുസ്തകം പറയുന്നു വരണ്ട ഇലപൊഴി വനങ്ങളാണ് രാജ്യത്ത്, നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതലായി, ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് എന്ന് പറഞ്ഞു നോക്കുന്നു. അപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വനങ്ങൾ കാണപ്പെടുന്ന പ്രദേശങ്ങളുടെ ഒരു മാപ്പ് നമുക്ക് ഇവിടുന്ന് നോക്കാം. ഇതിനകത്ത് നല്ല പച്ച നിറത്തിലുള്ള ഭാഗം നോക്കിക്കതിന് ഇത് കണ്ടോ? ഇതാണ് ഒന്ന് പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറൻ ചെരുവിൽ. പശ്ചിമഘട്ടം ഇതാണല്ലോ. പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറൻ ചെരുവിലേക്ക് കണ്ടോ നമ്മുടെ നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്നു. നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്നു. ക്ലിയർ അല്ലേ? ഇനി ഇതിന്റെ ഈ ഒരു പച്ച നിറം കണ്ടോ? ലൈറ്റ് പച്ച നിറം കണ്ടോ? ഈ ഒരു പ്രദേശത്തേക്ക് വ്യാപിച്ചു കിടക്കുന്ന ഈ ഒരു പച്ച നിറം, ഇതാണ് ഇലപൊഴി വനങ്ങൾ. നോക്കിക്ക്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ ലൈറ്റ് പച്ച നിറത്തിലുള്ള പ്രദേശമല്ലേ ഇന്ത്യൻ മാപ്പിനകത്ത് കൂടുതലുള്ളത് അല്ലെ? ഇതാണ് നമ്മുടെ ഉഷ്ണമേഖല ഇലപൊഴി വനങ്ങൾ. പടിഞ്ഞാറോട്ട് ഏതായിരുന്നു? ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ അല്ലെങ്കിൽ മഴക്കാടുകളായിരുന്നു. പശ്ചിമഘട്ടത്തിന് പടിഞ്ഞാറോട്ട്. കിഴക്കോട്ട് പോകുമ്പോൾ കൂടുതലുള്ളത് ഏതാണ്? ഇലപൊഴി വനങ്ങളാണ്. പിന്നെ ഈ ഒരു പ്രദേശം നോക്കിക്കേ, നമ്മുടെ രാജസ്ഥാന്റെ പടിഞ്ഞാറൻ രാജസ്ഥാനും ഗുജറാത്തിന്റെ ഭാഗമൊക്കെ ആയിട്ട് വരുന്നു. ഉഷ്ണമേഖല മുൾച്ചെടികളും കുറ്റിക്കാടുകളും ഇവിടെ വരുന്നു. ഉഷ്ണമേഖല മുൾച്ചെടികളും കുറ്റിക്കാടുകളും. പിന്നെ മറ്റൊരു ഗ്രീൻ കളർ, ഇത് പർവ്വത വനങ്ങൾ, ഹിമാലയത്തിന്റെ പ്രദേശങ്ങളൊക്കെ തന്നെ ഇതെല്ലാമാണ് പർവ്വത വനങ്ങൾ വരുന്ന പ്രദേശങ്ങൾ. കേട്ടോ, പർവ്വത വനങ്ങൾ വരുന്ന പ്രദേശങ്ങൾ ഇതെല്ലാമാണ് പർവ്വത വനങ്ങൾ. ഇനി ആ പർവ്വത വനങ്ങൾക്ക് തൊട്ട് താഴെയായിട്ട് കുറച്ച് ഈ ഒരു ഇത്രയും പ്രദേശം നമുക്ക് എന്ത് വരുന്നുണ്ട്? പർവ്വത വനങ്ങൾക്ക് താഴെയായിട്ട് നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കുറച്ച് നിത്യഹരിത വനങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഈ കേരളത്തിൽ ഉള്ളതുപോലെ തന്നെ പശ്ചിമഘട്ടത്തിന്, കേരളത്തിലല്ല, പശ്ചിമഘട്ടത്തിന് പടിഞ്ഞാറൻ ചെരുവുകളിൽ ഉള്ളതുപോലെ തന്നെ നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും പർവ്വത വനങ്ങൾക്ക് താഴെയായി കുറച്ച് നിത്യഹരിത വനങ്ങൾ കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ മുൾച്ചെടികൾ. എന്നിട്ട് ഈ ഒരു പ്രദേശം മുൾച്ചെടികളും കുറ്റിക്കാടുകൾ. അത് കുറച്ച് നമുക്ക് ഇങ്ങോട്ടും കയറി വരുന്നുണ്ട്. ഡെക്കാൻ പീഠഭൂമിക്കുള്ളിലേക്കും തീരെ മഴയില്ലാത്തടത്ത് വരണ്ട നിത്യഹരിത വനങ്ങൾ മുൾച്ചെടികളും കുറ്റിക്കാടുകളുമായിട്ട് പരിണമിക്കും എന്ന് പറഞ്ഞായിരുന്നല്ലോ, അവിടെ വരുന്നുണ്ട്. ഇനി നോക്കി, റെഡ് കളറുള്ള പ്രദേശങ്ങൾ ഇവിടമാണ്. ഇതാണ് നമ്മുടെ കണ്ടൽ കാടുകൾ കാണപ്പെടുന്ന പ്രദേശം. സുന്ദർബൻസ് ഡെൽറ്റ ഉൾപ്പെടെ കൃഷ്ണ ഗോദാവരി ഡെൽറ്റ, ആ ഡെൽറ്റ ഭാഗങ്ങൾ മുഴുവൻ കണ്ടൽ കാടുകൾ കാണപ്പെടുന്ന പ്രദേശങ്ങളാണ് എന്ന് കൃത്യമായിട്ട് ഓർത്തു വെക്കുക. നെക്സ്റ്റ്, മണ്ണ് എന്ന ടോപ്പിക്കിൽ നിന്ന് 2-3 ചോദ്യം കൂടെ നമുക്ക് പഠിച്ച് നമുക്ക് നിർത്താം. നിറത്തിന്റെ ഉള്ളടക്കത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ മണ്ണിനങ്ങളെ 8 തരംതിരിച്ചിട്ടുണ്ട്. +1 പുസ്തകത്തിൽ 8 പ്രധാനപ്പെട്ട മണ്ണിനങ്ങളാണ്. നിറത്തിന്റെ ഉള്ളടക്കത്തിന്റെ ഒക്കെ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ മണ്ണിനങ്ങൾ 8 തരംതിരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഓരോ മണ്ണിനങ്ങളുടെയും പ്രധാനപ്പെട്ട പ്രത്യേകതകൾ പാഠപുസ്തകത്തിൽ വൃത്തിക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോ പ്രധാനപ്പെട്ട മണ്ണിനങ്ങളെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഡെക്കാൻ പീഠഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണിനം ഏത് എന്ന് ചോദ്യം. ഡെക്കാൻ പീഠഭൂമിയിൽ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കാണപ്പെടുന്ന മണ്ണിനം. ഡെക്കാൻ പീഠഭൂമി ഒരു ലാവാ പീഠഭൂമിയാണ് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഡെക്കാൻ പീഠഭൂമിയിൽ ലാവാശിലകൾ ധാരാളമായിട്ടുണ്ടെന്നറിയാം. ഈ ലാവാശിലകളിൽ ആഗ്നേയശിലയാണ്, ലാവാശിലകൾ തന്നെയാണ് ആഗ്നേയശില. അതിൽ ബസാൾട്ട് എന്നറിയപ്പെടുന്ന ശിലയാണ് കൂടുതൽ ഡെക്കാൻ പീഠഭൂമിയിൽ ഉള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചിട്ട് ഉണ്ടാകുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണ്. നിങ്ങളുടെ ആൻസർ കിട്ടിക്കാണുമല്ലോ. ഡെക്കാൻ പീഠഭൂമിയുടെ ഭൂരിഭാഗ പ്രദേശങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന മണ്ണിനും ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് ആൻസർ? കറുത്ത മണ്ണാണ് അല്ലെ? കറുത്ത മണ്ണിന് ധാരാളം മറ്റു പേരുകൾ കൂടിയുണ്ട്. റിഗർ മണ്ണ്, ചെർണോസം അല്ലെങ്കിൽ കരിമണ്ണ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ കറുത്ത മണ്ണ് തന്നെയാണ് കേട്ടോ. റിഗർ മണ്ണ്, ചെർണോസം അല്ലെങ്കിൽ കരിമണ്ണ് എന്നൊക്കെ അറിയപ്പെടുന്നത് കറുത്ത മണ്ണ് തന്നെയാണ്. എന്താണ് കറുത്ത മണ്ണിന്റെ മറ്റു പ്രധാനപ്പെട്ട സവിശേഷതകൾ? അല്ലെ, ജലത്തെ ആഗിരണം ചെയ്യാൻ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ജലത്തെ സ്റ്റോർ ചെയ്ത് വെക്കാൻ ഏറ്റവും കൂടുതൽ കഴിവുള്ള മണ്ണിനമാണ് ഇത് കറുത്ത മണ്ണ്. അതുകൊണ്ട് തന്നെ വരണ്ട കാലത്ത് പോലും കറുത്ത മണ്ണിൽ കൃഷി ചെയ്യുന്ന വിളകൾ അതിജീവിക്കും. കാരണം കിട്ടുന്ന ജലത്തെ സ്വാംശീകരിച്ച് വെക്കാൻ, സ്റ്റോർ ചെയ്ത് വെക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു മണ്ണിനമാണ് കറുത്ത മണ്ണ്.
വരണ്ട കാലത്ത് പോലും കറുത്ത മണ്ണിൽ കൃഷി ചെയ്യുന്ന വിളകൾ അതിജീവിക്കുമെന്നാണ് പറയുന്നത്. പിന്നെന്താണ് കറുത്ത മണ്ണിന്റെ പ്രത്യേകത? സ്വയം ഉഴുതുമറിക്കുന്ന മണ്ണ് എന്നാണ് കറുത്ത മണ്ണിനെ വിശേഷിപ്പിക്കുന്നത്. അതായത് നനയുമ്പോൾ കുതിർന്ന് വീർക്കുകയും നനവ് നഷ്ടപ്പെടുമ്പോൾ ചുരുങ്ങി പോവുകയും ചെയ്യുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണ്. അതിനാൽ സ്വയം ഉഴുതുമറിക്കുന്ന മണ്ണ് എന്നൊരു വിശേഷണം കൂടെ ആർക്കുണ്ട്? കറുത്ത മണ്ണിനുണ്ട്. ഡക്കാൻ പീഠഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണ്. മറ്റൊരു പ്രത്യേകത, പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ്. അതുകൊണ്ട് ഇതിനെ കറുത്ത പരുത്തി മണ്ണ് എന്നുകൂടി വിശേഷിപ്പിക്കുന്നുണ്ട്. എങ്ങനെ വിശേഷിപ്പിക്കുന്നു? കറുത്ത പരുത്തി മണ്ണ്. അപ്പൊ എന്തിൽ നിന്ന് ഇത് ഉണ്ടായത്? ആഗ്നേയശിലകൾ അല്ലെങ്കിൽ ലാവാശിലകളായ ബസാൾട്ട് പൊടിഞ്ഞാണ് കറുത്ത മണ്ണ് രൂപം കൊള്ളുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പൊ ലാവാശിലകളിൽ നിന്നുണ്ടായ മണ്ണ് എന്നുള്ള ആ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ആർക്കുണ്ട്? കറുത്ത മണ്ണിനുണ്ട്. ജലത്തെ ആഗിരണം ചെയ്യാൻ അല്ലെങ്കിൽ ജലം നഷ്ടപ്പെടാതിരിക്കാൻ ഏറ്റവും കഴിവുള്ളത് 2 കാര്യങ്ങൾ വരാം. ഒന്ന്, കിട്ടുന്ന ജലത്തെ സ്റ്റോർ ചെയ്ത് വെക്കുക, ആ ജലത്തെ നഷ്ടപ്പെടാതിരിക്കുക, അല്ലെ? അതുകൊണ്ട് തന്നെ ജലത്തെ സ്റ്റോർ ചെയ്ത് വെക്കാനും അതായത് ആ സ്റ്റോർ ചെയ്യപ്പെട്ട ജലം ബാഷ്പീകരിക്കപ്പെട്ടു പോകാതെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും കഴിവുള്ള മണ്ണിനമാണ് ഇത് കറുത്ത മണ്ണ്. സ്വയം ഉഴുതു മറിക്കുന്ന മണ്ണ് എന്നറിയപ്പെടുന്നു. നനയുമ്പോൾ കുതിർന്ന് വീർക്കുന്ന മണ്ണെന്നറിയപ്പെടുന്നു. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണെന്നറിയപ്പെടുന്നു കറുത്ത മണ്ണ്. രണ്ടാമത്തെ എന്താണ്? ഓപ്ഷനകത്ത് ഇവിടെ കൊടുത്തേക്കുന്നത് ചെമ്മണ്ണ്. റെഡ് സോയിൽ എന്നറിയപ്പെടുന്ന മണ്ണിനമാണ്, അല്ലെ? റെഡ് സോയിൽ എന്നറിയപ്പെടുന്ന മണ്ണിനമാണ് ചെമ്മണ്ണ്. അയൺ ഓക്സൈഡുകളുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് ചുവന്ന നിറത്തിൽ കാണപ്പെടുന്ന മണ്ണ് ആണ് ഏത്? ചെമ്മണ്ണ്. ആഗ്നേയശിലകളും കായാന്തരിത ശിലകളും പൊടിഞ്ഞാണ് ചെമ്മണ്ണ് ഉണ്ടാകുന്നത്, റെഡ് സോയില്. അയൺ ഓക്സൈഡ്സിന്റെ അല്ലെ ഇരുമ്പിന്റെ അംശം കൂടുതലുള്ള മണ്ണാണ് ചെമ്മണ്ണ്. അതുകൊണ്ട് അത് ചുവന്ന നിറത്തിൽ കാണപ്പെടുന്നത് എന്ന് പറയുന്നു. എക്കൽ മണ്ണ് ഇന്ത്യയിലെ ഏറ്റവും ഫലപുഷ്ടമായ മണ്ണ് എന്നാണ് എക്കൽ മണ്ണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഫലപുഷ്ടമായ മണ്ണ് എന്നാണ് എക്കൽ മണ്ണ് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ മൊത്തം ഭൂവിസ്തൃതിയുടെ 40% പ്രദേശത്ത് എക്കൽ മണ്ണ്. അതുകൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനെന്ന് ചോദിച്ചാലും എക്കൽ മണ്ണാണ്. ഇന്ത്യയിലെ ഏറ്റവും ഫലപുഷ്ടമായ മണ്ണ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന മണ്ണ് എക്കൽ മണ്ണ്. നദീ തീരങ്ങളിലും എവിടേക്കാണ് കാണപ്പെടുന്ന എക്കൽ മണ്ണ്? പ്രധാനമായിട്ടും നദിയുടെ തീരങ്ങളിൽ, നദികളുടെ പതനത്തോട് ചേർന്ന സ്ഥലങ്ങളിൽ, സമതലങ്ങളിലൊക്കെയാണ് നമുക്ക് എക്കൽ മണ്ണ് കാണാനായിട്ട് സാധിക്കുന്നത്. ക്ലിയർ അല്ലേ? എക്കൽ മണ്ണ് ഒരു ചാര നിറത്തിലാണ്, സ്വാഭാവികമായിട്ട് ഒരു ചാര നിറത്തിലാണ് എക്കൽ മണ്ണ് കാണപ്പെടുന്നത് എന്ന് ഓർക്കുക. ഇനി പൊട്ടാഷ് സമ്പന്നമായിട്ടുള്ള മണ്ണിനമാണ് ഏത്? എക്കൽ മണ്ണ്. പൊട്ടാഷ് സമ്പന്നമായ മണ്ണിനമാണ് എക്കൽ മണ്ണ്. ക്ലിയർ അല്ലേ? ഇനി ചെങ്കൽ മണ്ണ്, അതേ നോക്കിക്കുക, ലാറ്ററൈറ്റ് മണ്ണാണ് ചെങ്കൽ മണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് ചെങ്കൽ മണ്ണ്. കേട്ടല്ലോ? എക്കൽ മണ്ണ് ഇന്ത്യയിൽ 40% ഉണ്ടെന്ന് പറഞ്ഞു, അല്ലെ? ആ 40% ഏറ്റവും കൂടുതൽ എവിടെയാ വരുന്നത്? എക്കൽ മണ്ണ് ഏറ്റവും കൂടുതൽ വരുന്നത് എവിടെയാ? ഉത്തര മഹാസമതലത്തിലാണ്. കേട്ടോ? ഇന്ത്യയിൽ എക്കൽ മണ്ണ് ആകെ നമ്മുടെ ഭൂവിസ്തൃതിയുടെ 40% പ്രദേശത്ത് എക്കൽ മണ്ണാണ്. അതിൽ തന്നെ എക്കൽ എവിടെ കൂടുതലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തര മഹാസമുദ്രത്തിലാണ്. അവിടെ കാണപ്പെടുന്ന പുതിയ എക്കലിനെ ഖാദർ എന്നും അവിടെ കാണപ്പെടുന്ന പഴയ എക്കലിനെ ഭങ്കർ എന്നും ഒക്കെ വിളിക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? അതെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് വിചാരിക്കുന്നു. ആ ഒരു NCERT-ക്കകത്തുള്ള കണ്ടൻസ് എല്ലാം മനസ്സിലുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ പാർട്ട് 1 ഇത് ഡിസ്കസ് ചെയ്തതാണ്, NCERT-യുടെ പാർട്ട് 1. അതുകൊണ്ട് വീണ്ടും ആവർത്തിക്കാത്തത്. അടുത്ത ചോദ്യം മണ്ണിനവുമായി ബന്ധപ്പെട്ട്. ധാരാളം ജലം മണ്ണിലേക്ക് ഇറങ്ങുകയും കാൽസ്യം, സിലിക്ക എന്നീ മൂലകങ്ങൾ ജലത്തിൽ ലയിച്ച് ഒലിച്ചു പോവുകയും ചെയ്യുന്ന മണ്ണിനും ഏത്? കറുത്ത മണ്ണ്, ചെമ്മണ്ണ്, എക്കൽ മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്. ഏതാണ് ഈ ഒരു പ്രവൃത്തി നടക്കുന്ന മണ്ണിനം? ഇത് പ്രവൃത്തി എന്താ വിളിക്കുന്നത് അറിയാം നിങ്ങൾക്ക്? ഈ പ്രവൃത്തിയെ ലീച്ചിങ് എന്നാ വിളിക്കുന്നത്. ലീച്ചിങ്. ഇപ്പൊ ലീച്ചിങ് എന്ന പ്രോസസ് നല്ലതായിട്ട് നടക്കുന്നത് ഏത് മണ്ണിനത്തിലാണ് ചോദിച്ചേക്കുന്നത്? ലീച്ചിങ് കൂടുതലായിട്ട് നടക്കുന്നത് ഏത് മണ്ണിലാണെന്ന് ചോദിച്ചേക്കുന്നത്. കാരണം മണ്ണിനകത്തോട്ട് ജലം ഇറങ്ങി ചെല്ലും. ആ മണ്ണിലുള്ള ഭാവിയിൽ ആ മണ്ണിന് ലവണാംശം കൊടുക്കാൻ സാധ്യതയുള്ള കാൽസ്യം പോലെയുള്ള മൂലകങ്ങൾ ആ ജലത്തിൽ ലയിക്കും. ജലത്തിൽ ലയിച്ച് ആ മണ്ണിൽ നിന്ന് ആ കാൽസ്യം പോലെയുള്ള മൂലകങ്ങൾ അവിടെ നിന്ന് റീപ്ലേസ് ചെയ്യപ്പെടും, ഒലിച്ച് ഒന്ന് പോകും. മനസ്സിലായോ? ജലത്തിന്റെ കൂടെ അതങ്ങ് ഒലിച്ചു പോകും ഈ മൂലകങ്ങൾ. അങ്ങനെ നടക്കുന്ന പ്രവൃത്തി നമ്മൾ ലീച്ചിങ് എന്ന് വിളിക്കുന്നു. ഓക്കെ. ഈ ധാരാളം മഴ ലഭിക്കുന്നതുകൊണ്ടാണ് ഈ ലീച്ചിങ് നടക്കുന്നത്. മഴയില്ലായിരുന്നെങ്കിൽ ഈ ചെങ്കൽ മണ്ണ് ലവണത്വമുള്ള മണ്ണായി പോയേനെ, നല്ലപോലെ ലവണാംശമുള്ള മണ്ണായി പോയേനെ. അപ്പോൾ ഈ ലീച്ചിങ് എന്ന പ്രവൃത്തി ധാരാളമായിട്ട് നടക്കുന്ന ഒരു മണ്ണിനമാണ് നമ്മുടെ ചെങ്കൽ മണ്ണ്. ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണ്. നമ്മുടെ ആൻസർ ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനെ ചോദിച്ചാൽ ലാറ്ററൈറ്റ് മണ്ണാണ്. ഇതിനെ തന്നെയാണ് ചെങ്കൽ മണ്ണെന്ന് വിളിക്കുന്നത്. ചെമ്മണ്ണാണ് റെഡ് സോയിൽ. തിരിഞ്ഞു പോകരുത്. ചിലരെങ്കിലും ചോദിക്കാറുണ്ട് ചെമ്മണ്ണാണ് റെഡ് സോയിൽ. ഇനി ഏറ്റവും കൂടുതൽ ഫലപുഷ്ടമായ മണ്ണ് ചോദിച്ചാൽ എക്കൽ മണ്ണാണ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലേ. ഇനി ഏറ്റവും കൂടുതൽ ജൈവാംശമുള്ള മണ്ണെന്ന് ചോദിച്ചാൽ പർവ്വത മണ്ണാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ജൈവാംശമുള്ള മണ്ണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് പർവ്വത മണ്ണാണ്. ജൈവാംശം എന്താണ്? സസ്യജന്തുജാലങ്ങളുടെ അവശിഷ്ടങ്ങൾ കൂടുതൽ മിക്സ് ചെയ്ത് കാണപ്പെടുന്ന മണ്ണിനമാണ് നമ്മുടെ പർവ്വത മണ്ണ്. അത് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്ത്യയിലെ മണ്ണിനങ്ങൾ കാണപ്പെടുന്നത് എവിടേക്കാണ്? പ്രധാനപ്പെട്ട മണ്ണ് കാണപ്പെടുന്നത് എവിടേക്കാണെന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ വനമണ്ണ് അല്ലെങ്കിൽ പർവ്വത മണ്ണൊക്കെ കാണപ്പെടുന്നത് ഈ പറഞ്ഞ ഹിമാലയത്തിന്റെ പ്രദേശങ്ങളിൽ,
ഹിമാലയത്തിന്റെ പ്രദേശങ്ങളിലൊക്കെയാണ് ഈ പർവ്വത മണ്ണ് അല്ലെങ്കിൽ വനമണ്ണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അലൂവിയൽ ആണെന്നുണ്ട് ഈ കൊടുത്തേക്കുന്നത് കേട്ടോ. അലൂവിയൽ സോയിൽ ഇതിന്റെ ഇത് ഈ ഓറഞ്ച് കളറിലുള്ളത് ഇതിന്റെ ഇത് ഇത്രയും കണ്ടോ. ഇതൊക്കെയാണ് അലൂവിയൽ സോയിൽ കാണപ്പെടുന്ന എക്കൽ മണ്ണ് കാണപ്പെടുന്ന പ്രദേശങ്ങൾ കണ്ടോ. എക്കൽ മണ്ണ് കാണപ്പെടുന്ന പ്രദേശങ്ങൾ. പിന്നെ റെഡും യെല്ലോയും അലൂവിയലാണ് ഈ പച്ച നിറത്തിൽ കാണപ്പെടുന്നത് കേട്ടോ. റെഡ് യെല്ലോ അല്ല, സോറി ഈ പച്ച നിറത്തിൽ കാണപ്പെടുന്നതാണ് അതിൻ്റെ ഇത്. ഈ ഉത്തര മഹാസമുദ്രത്തിൽ കണ്ടോ, ഉത്തര മഹാസമുദ്രമൊക്കെ കണ്ടോ. ഈ ഉത്തര മഹാസമുദ്രത്തിലൊക്കെ ഉള്ള ഈ പച്ച നിറത്തിൽ കാണപ്പെടുന്ന മണ്ണാണ് കണ്ടോ. ഇതാണ് നമ്മുടെ അലൂവിയൽ എക്കൽ മണ്ണ് കേട്ടോ. എക്കൽ മണ്ണ് തന്നെ ഈ കിഴക്കൻ തീരത്തുമൊക്കെ അത്യാവശ്യം ധാരാളമായിട്ട് നമുക്ക് എക്കൽ മണ്ണ് കാണാനായിട്ട് സാധിക്കും. കിഴക്കൻ തീരത്തുമൊക്കെ എക്കൽ മണ്ണ് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഹിമാലയത്തിന്റെ താഴ്വരത്തിന്റെ ഈ ആസാം സമതല ഭാഗത്തും എക്കൽ മണ്ണ് കാണാനായിട്ട് സാധിക്കും. ഇവിടേക്കാണ് എക്കൽ മണ്ണ് കൂടുതലുള്ളത്. പിന്നെ റെഡ് ആൻഡ് യെല്ലോ അതാണ് ഈ കൊടുത്തേക്കുന്നത് കേട്ടോ. റെഡ് ആൻഡ് യെല്ലോ നമ്മുടെ പീഠഭൂമി പ്രദേശങ്ങളിലൊക്കെ എന്താണ് പീഠഭൂമിയുടെ ഇരുവശങ്ങളിൽ, ഡെക്കാൻ പീഠഭൂമിയുടെ ഇരുവശങ്ങളിലും നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ഈ പറഞ്ഞ റെഡ് ചുവന്ന മണ്ണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഭാഗങ്ങളൊക്കെ ചുവന്ന മണ്ണ്. അടുത്താണ് ബ്ലാക്ക് സോയിൽ. ഇത്രയും കേട്ടോ, ഇതാണ് ബ്ലാക്ക് സോയിൽ. ഈ ഭാഗങ്ങളാണ് ഡെക്കാൻ പീഠഭൂമിയുടെ പ്രധാനപ്പെട്ട മണ്ണെന്ന് പറഞ്ഞ് പഠിച്ചില്ലേ, അതാണ് ഈ റെഡ് സോയിൽ കേട്ടോ. ബ്ലാക്ക് സോയിൽ, കറുത്ത മണ്ണ്, ബ്ലാക്ക് സോയിൽ. ഇതാണ് ബ്ലാക്ക് സോയിൽ. ബ്ലാക്ക് സോയിൽ കാണപ്പെടുന്ന പീഠഭൂമിയുടെ ഇരുവശങ്ങളിലുമായിട്ട് നമുക്ക് എന്ത് കാണാൻ സാധിക്കും? അതുണ്ട്, പീഠഭൂമിയുടെ ഇരുവശങ്ങളിലും റെഡ് സോയിൽ, ചെമ്മണ്ണ് കാണാനായിട്ട് സാധിക്കും കേട്ടോ. പിന്നെ ചെങ്കൽ മണ്ണാണ് ഇതിന്റെ ലാറ്ററൈറ്റ് മണ്ണെന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തേക്കുന്നത്. ചെങ്കൽ മണ്ണ് കേരളം കണ്ടോ, കേരളത്തിൽ മൊത്തം കണ്ടോ, ഈ കളറല്ലേ, ചെങ്കൽ മണ്ണല്ലേ. കേരളത്തിൽ മൊത്തമായിട്ട് കാണാൻ സാധിക്കുന്നത് ഇതല്ലേ, യെസ്, ചെങ്കൽ മണ്ണ്. ക്ലിയർ അല്ലേ? അങ്ങനെ ഓരോ മണ്ണിനങ്ങളുടെയും കൃത്യമായിട്ടുള്ള മാപ്പ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പച്ച നിറത്തിലുള്ളത് പർവ്വതം, മുകളിലെ പച്ച നിറത്തിലുള്ളത് പർവ്വതം കേട്ടോ, പർവ്വത മണ്ണ് അല്ലെങ്കിൽ വനമണ്ണ് എന്ന് ഓർത്തോണം. പിന്നെ ഈ തൊട്ട് താഴെയുള്ള ലൈറ്റ് പച്ച കളറിലുള്ള പ്രദേശം ഇതാണ് നമ്മുടെ എക്കൽ മണ്ണ് കാണപ്പെടുന്ന പ്രദേശം. ഇവിടെ എല്ലാം എക്കൽ മണ്ണാണ്. ഇതെല്ലാം എക്കൽ മണ്ണാണ് കേട്ടോ. ഇങ്ങോട്ടും എക്കൽ മണ്ണ്, ഗുജറാത്തിന്റെ ഈ ഭാഗത്തേക്കൊക്കെ എക്കൽ മണ്ണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതാണ് കറുത്ത മണ്ണ്, ബ്ലാക്ക് സോയിൽ കേട്ടോ. ബ്ലാക്ക് സോയിൽ കാണപ്പെടുന്നത് ഡെക്കാൻ പീഠഭൂമി പ്രദേശങ്ങൾ കണ്ടു, ഇത്രയും. ഇതാണ് ബ്ലാക്ക് സോയിൽ. ഇതിന്റെ ഇരുവശങ്ങളിലുമായിട്ട് എന്ത് കാണപ്പെടുന്നു? ചെമ്മണ്ണ് അല്ലെങ്കിൽ റെഡ് സോയിൽ, ചുവന്ന മണ്ണ് കാണപ്പെടുന്നു. ഇരുവശങ്ങളുമായിട്ട് ചുവന്ന മണ്ണ് കാണപ്പെടുന്നു. ഓരോ പ്രധാനപ്പെട്ട മണ്ണിനങ്ങളും കാണപ്പെടുന്ന പ്രദേശങ്ങളുടെ ഒരു മാപ്പാണിത്. നെക്സ്റ്റ് ഒരു ചോദ്യം കൂടെ ചോദിച്ച് നമുക്ക് അവസാനിപ്പിക്കുക ടോപ്പിക്ക്. ഹൈഡ്രേറ്റ് രൂപം ആർജിക്കുമ്പോൾ ഈ മണ്ണ് മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്നു. ഏത് മണ്ണിനുമാണ് ഇത്തരത്തിൽ ഹൈഡ്രേറ്റ് രൂപം ആർജിക്കുമ്പോൾ മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്നത്? അപ്പൊ ഹൈഡ്രേറ്റ് രൂപം ആർജിക്കുമ്പോൾ ഈ മണ്ണ് മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്നു. ഏത് മണ്ണിനുമാണ്? മണ്ണിനം ഏത് എന്നാ ചോദ്യം. മണ്ണിനം ഏത് കേട്ടോ കാണപ്പെടുന്നു? മണ്ണിനം ഏത് എന്നാണ് ചോദ്യം. കറുത്ത മണ്ണ്, ചെമ്മണ്ണ്, എക്കൽ മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ചെമ്മണ്ണാണ്. റെഡ് സോയില് അത് ഹൈഡ്രേറ്റ് രൂപം ആർജിക്കുമ്പോൾ റെഡ് സോയിലിനകത്തുള്ള മോളിക്യൂൾസ് അല്ലെ, വാട്ടറുമായിട്ടുള്ള ആ ഒരു റിയാക്ഷന്റെ സമയത്ത് ഹൈഡ്രേഷൻ സംഭവിച്ചു കഴിയുമ്പോൾ, ഹൈഡ്രേറ്റ് രൂപം ആർജിക്കുമ്പോൾ എന്തായി മാറുന്നു? റെഡ് സോയിൽ തന്നെയാണ് ഏത് സോയിലായി മാറുന്നത്? യെല്ലോ സോയില്, മഞ്ഞ മണ്ണായിട്ട് മാറുന്നത് കേട്ടോ. മഞ്ഞ മണ്ണ്, മഞ്ഞ നിറത്തിൽ കേട്ടോ. ഏത് മണ്ണാണ് മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്നത് ചോദിച്ചാൽ അത് ചെമ്മണ്ണ് തന്നെയാണ് മഞ്ഞ നിറത്തിലേക്ക് മാറ്റപ്പെടുന്നത്. ഇത്രയുമാണ് നമുക്ക് ഈ ഒരു പാർട്ടിനകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. ഞാൻ ക്ലാസ്സിന്റെ തുടക്കത്തിലെ പറഞ്ഞു, പ്ലസ് വണ്ണിലെ ഒരു ചാപ്റ്റർ, പ്ലസ് വണ്ണിലെ ഒരു പുസ്തകം, ഒരു ചാപ്റ്റർ അല്ല, ഒരു പുസ്തകം മുഴുവൻ കംപ്ലീറ്റ് ആവുകയാണ്. ഇനി നമുക്ക് ഇന്ത്യൻ ജോഗ്രഫിയുടെ സാമ്പത്തിക ഭൂമിശാസ്ത്രം പഠിക്കാനുള്ളത് വരുന്ന പാർട്ടിലൊക്കെ ആയിട്ട്. അത് പ്ലസ് ടുവിലെ ബുക്കിലാണ് കിടക്കുന്നത്. കൃഷിയും ധാതുക്കളും വ്യവസായവും ഒക്കെ ഉൾപ്പെടുന്ന സാമ്പത്തിക ഭൂമിശാസ്ത്രം പ്ലസ് ടുവിന്റെ ആ ഒരു പുസ്തകത്തിലാണ് കിടക്കുന്നത്. അതിനകത്ത് ഓരോ ചാപ്റ്റേഴ്സും നമുക്ക് ഇതേപോലെ തന്നെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അതിനകത്തുനിന്ന് പിക്ക് ചെയ്ത് നമുക്ക് പഠിക്കാം. അപ്പോൾ നമുക്ക് പ്ലസ് വണ്ണിലെ ഒരു പാഠപുസ്തകം 4 പാർട്ടായിട്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. 4 പാർട്ട് കണ്ടവർക്ക് അത്യാവശ്യം ഒരു കോൺഫിഡൻസ് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായിട്ട് അറിയിക്കുക. അത് എങ്ങനെയും നമുക്ക് പരിഹരിക്കാം. മോശമായാലും നല്ലതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് പരിഹാരങ്ങൾ ഉണ്ടാക്കാം തീർച്ചയായും. പിന്നെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. കുറച്ചെങ്കിലും ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, സാർ ഈ NCERT പ്ലസ് 1 പ്ലസ് 2 ബുക്കുകൾ വായിക്കണോ? ഇപ്പോഴും ചോദിക്കാറുണ്ട്, വായിക്കണോ എന്ന് ചോദിക്കാറുണ്ട്. എനിക്ക് അവരോട് വായിക്കണ്ടെന്നും അത് നിങ്ങൾ നിർബന്ധമായിട്ടും വായിക്കണമെന്നും എനിക്ക് പറഞ്ഞിട്ട് പോകാനായിട്ട് പറ്റത്തില്ല. കാരണം ചിലപ്പോൾ അതിൽ നിന്ന് ചോദ്യങ്ങൾ വന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഇത്ര സമയത്തിനകത്ത് പോയി എന്ന് നിങ്ങൾ പറയും അല്ലെ. വായിച്ചുകൊണ്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ, വായിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ നിങ്ങൾ വായിക്കണ്ടെന്ന് പറഞ്ഞാൽ അതിനകത്ത് ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അത്രയും മാർക്ക് അവിടെ നിന്ന് പോകും. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇതിനകത്ത് എനിക്ക് ഈ ഒരു പ്രോസസ്സ് എളുപ്പമാക്കാൻ പറ്റിയ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മാർഗ്ഗം ഇതായിരുന്നു. ഒരു NCERT സീരീസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പാഠപുസ്തകം 1 by 1 ആയിട്ട് വായിക്കണം
എന്നെനിക്ക് പറയേണ്ട ആവശ്യം വരുന്നില്ല. എന്നാൽ നിങ്ങൾ പെരിഫറൽ ആയിട്ട് ഈ NCERT പുസ്തകങ്ങൾ മുഴുവൻ ഒന്ന് കവർ ചെയ്യുന്നുണ്ട് എന്നൊരു കോൺഫിഡൻസ് നിങ്ങൾക്കും കിട്ടും. നിങ്ങൾക്ക് അത് പറഞ്ഞു തന്നൊരു കോൺഫിഡൻസ് എനിക്കും കിട്ടും. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ NCERT മിസ്സാക്കുന്നില്ല എന്ന് എനിക്ക് ഉറപ്പുവരുത്താൻ പറ്റും. ഈ ഒരു സീരീസ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതിലൂടെ NCERT ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾ മിസ്സാക്കുന്നില്ല, ജോഗ്രഫിയുടെ കേസിൽ നിങ്ങൾ മിസ്സാക്കുന്നില്ല എന്നൊരു ഉറച്ച വിശ്വാസം, ഒരു കോൺഫിഡൻസ് എനിക്ക് കിട്ടും എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഈ ഒരു സീരീസ് കണ്ടിന്യൂ ചെയ്യുന്നതിനകത്തുള്ള സന്തോഷം, എന്നെ സംബന്ധിച്ചുള്ള ആത്മസംതൃപ്തി. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ പ്രയോജനം ചെയ്യണം. നിങ്ങൾക്കാണ് പ്രയോജനപ്പെടേണ്ടത്. നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലാത്തവർക്ക് ഇത് ഫോളോ ചെയ്യാനായിട്ട് നിങ്ങളിത് സെൻഡ് ചെയ്ത് കൊടുക്കണം, നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ആളുകൾ ഈ സീരീസ്. അപ്പോൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ കാണാത്തവർക്ക് പ്ലേലിസ്റ്റിൽ നിന്ന് ആ ക്ലാസ്സുകൾ നിങ്ങൾ കാണണം. ഇതൊരു കണ്ടിന്യൂഷൻ ആണ്. നമുക്ക് ഒരു 10 സീരീസ് എങ്കിലും നമുക്ക് ഇന്ത്യൻ ജോഗ്രഫിക്ക് വേണ്ടി വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫെബ്രുവരിയിലൊക്കെ ആയിട്ട് നമുക്ക് ആ ഒരു ഇന്ത്യൻ ജോഗ്രഫി തീർക്കാം. അതിനുശേഷം വേൾഡ് ജോഗ്രഫിക്ക് നമുക്കൊരു 10 ക്ലാസ്സുകൾ ഇതേപോലെ വേണ്ടി വരും എന്ന് കരുതുന്നു. അതും നമുക്ക് ദൈവാനുഗ്രഹത്താൽ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് തീർക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സഹകരണം, നിങ്ങളുടെ ആത്മാർത്ഥത ഇതിനകത്ത് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് നമുക്ക് കൃത്യമായിട്ട് ഒരു വിജയത്തിലേക്ക്, അല്ലെങ്കിൽ ഇതിന്റെ പൂർത്തീകരണം വിജയത്തിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ വരുന്ന ക്ലാസ്സിൽ നമുക്ക് +2 ബുക്കിലെ കൃഷി, ധാതുക്കൾ തുടങ്ങി ഗതാഗതം വരെയുള്ള ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട സീരീസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ 5ാമത്തെ പാർട്ടിൽ നമ്മൾ കൃഷിയിൽ നിന്ന് ഇനി മുമ്പോട്ട് തുടങ്ങുന്നു, സാമ്പത്തിക ഭൂമിശാസ്ത്രം തുടങ്ങുന്നു. +2 ബുക്കിനകത്തുള്ള സാമ്പത്തിക ഭൂമിശാസ്ത്രം നമ്മൾ തുടങ്ങുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവരും സമാധാനമായിട്ട് ഇരിക്കുക, നന്നായിട്ട് പഠിക്കുക, കൂടുതൽ സമയം പ്രയത്നിക്കുക. എനിക്ക് കൂടുതൽ മോട്ടിവേഷൻസ് ഒന്നും തരാൻ അറിയത്തുമില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി ചെയ്യുക എന്ന് മാത്രമേ ഞാൻ എപ്പോഴും പറയാറുള്ളൂ. അന്ന് ഇന്ന് എപ്പോഴും പറയുന്നതാണ്. നമുക്ക് ഇനിയും സ്പേസ് ഉണ്ട്, പഠിക്കാൻ ഇനിയും നമ്മളിൽ സ്പേസ് ഉണ്ട്, പഠിക്കാൻ ഇനിയും നമുക്ക് ആരോഗ്യമുണ്ട് എങ്കിൽ ആ ഒരു സമയത്തെ, ആ ഒരു ആരോഗ്യത്തെ, ആ ഒരു ബൗദ്ധിക നമ്മുടെ നിലവാരത്തെ നമ്മൾ പ്രയോജനപ്പെടുത്തുക. മനസ്സിലായോ? മാക്സിമം നമ്മളെ തന്നെ പുഷ് ചെയ്യുക. ഏതാണ്? നമ്മുടെ മാക്സിമം, നമ്മുടെ പരമാവധിയിലേക്ക്, നമ്മുടെ മാക്സിമത്തിലേക്ക് നമ്മളെ തന്നെ പുഷ് ചെയ്തെത്തിക്കുക. അങ്ങനെ ഞാനാണ് ബെസ്റ്റ് എന്ന് നമ്മുടെ മനസ്സിൽ നമുക്കെങ്കിലും ഒരു തോന്നൽ ഉണ്ടാക്കിയെടുക്കണം. മറ്റാരെയും നിങ്ങൾ നോക്കണ്ട. ഞാനാണ് ബെസ്റ്റ് എന്ന് എപ്പോഴും നിങ്ങൾക്ക് തന്നെ ഒരു തോന്നൽ ഉണ്ടാവത്തക്ക രീതിയിൽ നിങ്ങൾ വർക്ക് ചെയ്യണം, പരിശ്രമിക്കണം കേട്ടോ. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ ഇതിന്റെ നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് കാണാം. താങ്ക് യു.